ഭാര്യയ്ക്ക് ഉമ്മ കൊടുത്തിട്ടാണ് ഇവിടെ വന്ന് ദൈവവചനം പറയുന്നത്. കാരണം നരകയാതനമായ കുടുംബം, ഒരിക്കലും ഗതി പിടിക്കത്തില്ലെന്ന് പറഞ്ഞ കുടുംബം. സ്വന്തം ഭാര്യ പറഞ്ഞു റെയിൽവേയിൽ പോയി തലവെക്കാൻ, നീ ചത്താൽ നിന്റെ ജോലി എനിക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഭാര്യ വീട്ടുകാർ പറഞ്ഞ് ഗീതേ നിന്റെ ജീവിതം കാള ജീവിതമായിരിക്കും, കാളരാത്രിയായിരിക്കും. 10 പാക്കറ്റ് വിൽസ് വലിക്കും. സ്തോത്രം. 8 മുറുക്കാൻ ചവയ്ക്കും, 2 കുപ്പി മൂക്കുപൊടി വെക്കും, 3 കുപ്പി മദ്യം കുടിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഭാര്യയുടെ നമ്പർ തന്നിട്ട് പോകാം, അവളോട് വിളിച്ച് ചോദിച്ചാൽ മതി. ഈ ലോകത്ത് വേറെ ആരോട് ചോദിക്കുന്നത് എൻ്റെ ഭാര്യയോട് ചോദിക്കാവും. കാരണം അവളെ ശരീരത്തിന് ഇനി ഇടി കൊള്ളാൻ ഒരു സ്ഥലവും ബാലൻസ് ഇല്ല. സ്തോത്രം പറഞ്ഞില്ലല്ലോ. ഓരോ ഇടിക്കും ഓരോ അമിട്ടിന്റെ വെറ്റും ഉണ്ട്. ഹല്ലേലൂയ. പ്രൈസ്. ഒറ്റ ഇടിയിൽ ജന്നി വന്നിട്ടുണ്ട്. സ്തോത്രം പറയാമോ? ഒറ്റ ഇടിയിൽ. ഭാര്യ നോക്കുക, ഒരൊറ്റ ഇടിയാണ്. ഹല്ലേലൂയ. 10ാമത്തെ വയസ്സിലാണ് കയറിയത്. എവിടെ? അങ്ങ് ദണ്ഡ എടുത്ത് വെച്ചോണ്ട് കലക്കി. അതുകൊണ്ട് മർമ്മം വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റും. ഒറ്റയടിയിൽ. എൻ്റെ ഓഫീസിനകത്ത് ഒരുത്തൻ എന്നെ കണ്ട് അന്ന് ഹാഫ് ഡേ ലീവ് എടുത്ത് വീട്ടിൽ പോകും. കാരണം അറിയാമോ? പിടിച്ചവൻ്റെ 100 രൂപ മേടിച്ച് 2 അടിച്ചിട്ട് വീട്ടിൽ പോകും. ഹല്ലേലൂയ. അങ്ങനെ 3 കുപ്പി മദ്യം ഒരു ദിവസം ഇരുന്ന ഇരിപ്പിൽ അടിക്കുന്ന ഒരു വ്യക്തി. ഹല്ലേലൂയ. ഒരു ഡോക്ടറെയും കണ്ടില്ല, ബോധിയിലും കിടന്നില്ല, അഭയിലും കിടന്നില്ല. സ്തോത്രം. സ്നാനപ്പെടാൻ 3 ദിവസം ദൈവദാസൻ പറഞ്ഞു വീട്ടിന് പുറത്തിറങ്ങരുത്. 3-ാം ദിവസം സ്നാനപ്പെടണം. ഇതുപോലെ തയ്യാറെടുത്തിരിക്കുക. 3 ദിവസം വീട്ടിൽ ഉപവാസം. 2-ാം ദിവസം വൈകുന്നേരം ഭാര്യ ഇറങ്ങി ഇണഞ്ഞു. എൻ്റെ അകത്തിരുന്ന പാമ്പ് കയറി കൊത്തി. ഹല്ലേലൂയ. ഒറ്റയിടി ഇവിടെ ഞരമ്പങ്ങ് തിടിച്ചു പോയി. നേരെ പേരൂർക്കോട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിന്നെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കേണ്ടാണ്, വിടുന്നു പോകാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാമോ? സ്നാനപ്പെട്ട് 3-ാം ദിവസം എൻ്റെ ഭാര്യ മാനസികമായ രോഗത്തിൽ ഭാരപ്പെട്ടു. പല ദൈവദാസന്മാരും എന്നെ തള്ളി. എൻ്റെ ഭാര്യയ്ക്ക് ഭൂതമുണ്ടെന്ന് പറഞ്ഞു. അറിയാമോ? ഞാൻ ഒരിക്കലും പറയാതെ വെച്ചതിൻ്റെ കാരണം എൻ്റെ സീസണിലേക്ക് ഞാൻ എത്തിയത് കൊണ്ടാണ്. ഹല്ലേലൂയ. കാരണം അവസാനത്തെ സമയത്തും നിന്റെ ഭാര്യ ചത്തുപോകേണ്ടാണ്, ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. എല്ലാവരും എഴുതി തള്ളി, പലരും തള്ളി മാറ്റി. പക്ഷെ ഒരുവനെ ഉയർത്താൻ ശ്രമിച്ചപ്പോൾ, ഒരുവന്റെ ക്രൂശിനെ സത്യസന്ധമായി എടുക്കാൻ ശ്രമിച്ചപ്പോൾ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവത്തിന്റെ വചനത്തെയും അവന്റെ ക്രൂശിനെയും സത്യസന്ധമായും വിശ്വസ്തയോടെയും നീ ചുമന്നാൽ നിന്റെ തലമുറ ലോകത്തിൽ അനുഗ്രഹിക്കപ്പെടും. ഏറ്റവും നല്ല പ്രാസംഗൻ എപ്പോഴും പരാജയപ്പെട്ടവനായിരിക്കും. അണലി കടിച്ച എൻ്റെ ജീവിതത്തെ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ നടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് അവൻ എന്നെ. ഇത് വിളിച്ച് പറയായിരുന്നു ഞാൻ ചിന്തിച്ചതാ. 10 വർഷത്തിന് മുന്നമേ യേശു ആരെന്നറിയാതെ തിരുവനന്തപുരം പട്ടണത്തിനകത്ത് ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്നവനാണ് ഞാൻ. കേരളത്തിനകത്തുള്ള ഒത്തിരി ദൈവദാസന്മാർക്ക് എന്നെ അറിയാം. കഴിഞ്ഞ 11 വർഷമായിട്ട് ഞാൻ തിരുവനന്തപുരം പട്ടണത്തിനകത്തുണ്ട്. ഒരു ഗതിക്കും പരഗതിയില്ലാതെ കുടുംബം തകർന്ന് തരിപ്പണമായി പോയ എന്നെ ഒരൊറ്റ രാത്രിയിൽ ഒരു മീറ്റിംഗാണ് എന്നെ ഈ നിലവാരത്തിൽ കൊണ്ടെത്തിച്ചത്. 11 വർഷത്തിന് മുൻപ് ഈ ബൈബിൾ എന്തെന്ന് അറിയത്തില്ല. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന പുസ്തകം ഒന്നും എനിക്കറിയത്തില്ല. തോറ എനിക്കറിയത്തില്ല. ഇവിടെയുള്ള 66 പുസ്തകം അറിയത്തില്ല. 39 പഴയ നിയമം, 27 പുതിയ നിയമം എനിക്കറിയത്തില്ല. എനിക്ക് ആരെയും അറിയത്തില്ല. എൻ്റെ ചുറ്റുപാടിലുള്ള ആരും എന്നെ യേശുവിനെ പരിചയപ്പെടുത്തിയില്ല. എൻ്റെ ചുറ്റുപാടിൽ ഒത്തിരി പാസ്റ്റർമാരുണ്ടായിരുന്നു. അവരാരും എൻ്റെ കഷ്ടതയിൽ വന്നില്ല. പക്ഷെ എൻ്റെ കഷ്ടതയുടെ നടുവിൽ ഒരു കുടുംബം 10 വർഷത്തിന് മുന്നമേ കൂട്ട ആത്മഹത്യ ചെയ്യേണ്ട ഇടത്ത് മലയാള മനോരമ പത്രത്തിനകത്ത് ഒരു കുടുംബം ആത്മഹത്യ ചെയ്തു എന്നറിയേണ്ട സ്ഥലത്ത് ഇന്നേക്ക് 11 വർഷം കഴിഞ്ഞ് ശക്തിയോടെ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ വാക്ക് മാറത്തില്ല. അവൻ വഴിയറിവിൽ ഇട്ടേച്ച് പോകത്തില്ല. വിളിച്ച സ്ഥലത്തിൽ നിന്ന് ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കാൻ അവൻ സർവശക്തൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കാരണം ഒരു ഗതിക്കും പരഗതിയുമില്ലായിരുന്നു. ആ കുടുംബത്തെയാണ് ഇന്ന് ദൈവത്തിന്റെ രാജ്യത്തിന്റെ മഹിമയ്ക്കായി ഉപയോഗിക്കുന്നത്. ദൈവനാമം ഉയർന്നിരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമം ഉയർന്നിരിക്കട്ടെ. ക്രൂശ് ഉയർന്നിരിക്കട്ടെ. ഞാൻ വളരെ വ്യക്തമായി പറയാം, ഒരു ക്രൂശീകരണം ഇല്ലാതെ ഒരു റിസറക്ഷൻ ഇല്ല. അടുത്തിരിക്കുന്ന വ്യക്തിയെ കരം കൊടുത്തിട്ട് പറ, ഒരു ക്രൂശീകരണം ഇല്ലാതെ ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല. ഹല്ലേലൂയ. ഒരു ക്രൂശീകരണം നിന്റെ ജീവിതത്തിൽ സംഭവിക്കാതെ ഒരിക്കലും നിനക്ക് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റത്തില്ല. അത് അറിയണമെങ്കിൽ നീ കാൽവരിയിലേക്ക് ചെല്ലണം. ഹല്ലേലൂയ. ആ കാൽവരിയിലേക്ക് നീ ഇന്ന് രാത്രി ചെന്നേ പറ്റൂ. കഴിഞ്ഞ 19 ദിവസം കേട്ടതൊന്നുമല്ല. ഇന്ന് രാത്രി ക്രൂശിന്റെ മറവിൽ നിന്നെ കൊണ്ടെത്തിക്കാൻ കഴിയുന്ന ഒരു സർവശക്തന്റെ വചനം ഇവിടെ ഷെയർ ചെയ്യുമ്പോൾ നീ ക്രൂശിൽ തന്നെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ദൈവമക്കൾക്കകത്ത് ഒരു ക്രൂശീകരണം നടക്കണം. എന്നും 21 ഇരുന്നിട്ടും ഒരു മാറ്റം സംഭവിക്കാത്ത ഒത്തിരി പേരുണ്ട് ഇല്ലേ? 30, 20, 60, 40 ഒക്കെ ഇരുന്നിട്ട് ഒരു മാറ്റം സംഭവിക്കത്തില്ല. ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പോലും ഒരു പ്രാവശ്യം ഒന്ന് ആലോചിക്കും. പക്ഷെ ഇന്ന് രാത്രിയിൽ ഒരു മാറ്റം എനിക്ക് സംഭവിച്ചു എന്ന് നിങ്ങളുടെ പാസ്റ്ററോട് പറയണം. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ നോട്ടത്തിൽ, എൻ്റെ ചിന്തയിൽ, എൻ്റെ സംസാരത്തിൽ, എൻ്റെ ശൈലിയിൽ, എൻ്റെ ചിന്താമണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ പരിവർത്തനം സംഭവിച്ചു. ഹല്ലേലൂയ. ഉപവസിക്കുമ്പോൾ എൻ്റെ അകത്തൊരു ചേഞ്ച് ഉണ്ടായിരിക്കണം. എൻ്റെ അകത്തൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ഉപവാസത്തിൽ എന്തോ അപാകതകൾ സംഭവിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കാരണം എൻ്റെ അകത്തൊരു മാറ്റം സംഭവിക്കണം, എൻ്റെ അകത്തൊരു ചേഞ്ച് ഉണ്ടായിരിക്കണം. എന്നെ മറ്റു ജാതിക്കാർ കാണുമ്പോൾ എന്നിലൂടെ ക്രിസ്തുവിനെ കാണത്തക്ക നിലവാരത്തിൽ എൻ്റെ സ്വഭാവത്തിനകത്തൊരു രൂപീകരണം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. സഭയല്ല പറയേണ്ടത്, നിന്റെ വീട്ടിൽ അടുത്ത വീട്ടിലുള്ള ആൾക്കാരെ പറയേണ്ടത് ഈ ഒരു ദൈവവേദനാണെന്ന്. ഹല്ലേലൂയ. ദൈവദാസന്മാരല്ല പറയേണ്ടത് പാസ്റ്റർ അനിൽ കൊള്ളാമെന്ന്, പാസ്റ്റർ ബെന്നി കൊള്ളാമെന്ന് മറ്റുള്ളവരല്ല, അടുത്ത ജാതിക്കാർ പറയണം അത് വരുന്നത് പാസ്റ്ററാണെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ഐഡന്റിറ്റി നിന്റെ അകത്തുണ്ടാകണമെങ്കിൽ നിന്റെ അകത്തൊരു ക്രൂശീകരണം സംഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 34, 35, 36 വാക്യം ഒന്ന് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 34, 35, 36. പിന്നെ അവൻ പുരുഷാരത്തെയും തൻ്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്തു പ്രയോജനം? അല്ല, തൻ്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കും? വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷം. 5-ാം സുവിശേഷമാണ് നമ്മൾ ഓരോരുത്തരും. മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും യോഹന്നാൻ്റെ സുവിശേഷത്തിനകത്തൊക്കെ ഈ പദങ്ങൾ പലയിടങ്ങളിലും പല രീതിയിൽ വ്യാകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങോട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വരുമ്പോൾ എന്നോട് ദൈവാത്മാവ് സംസാരിപ്പിച്ച 2 വാക്യങ്ങളിൽ ഒന്നാണ് ഇന്ന് വായിച്ചു കേട്ടത്. കാരണം പിന്നെ അവൻ പുരുഷാരത്തെ തൻ്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ചു. യേശു പുരുഷാരത്തെയും തൻ്റെ ശിഷ്യന്മാരെ എന്ത് ചെയ്തു? അരികിൽ വിളിച്ചിട്ട് എന്ന് പറഞ്ഞു. അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ എന്ത് ചെയ്യണം? ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ എന്ത് ചെയ്യണം? അടുത്ത വാക്യം വായിച്ചാട്ടെ. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഇത് പറഞ്ഞത് യേശു ക്രിസ്തുവാണ്, ഞാനല്ല. യുഗങ്ങൾക്ക് മുന്നമേ, കാലസമ്പൂർണതയ്ക്ക് മുന്നമേ, ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ ദൈവത്തിൻ്റെ പക്കലുണ്ടാകുന്ന സ്ഥിരമായ ഒരു ദൈവവചനമാണ്. യേശു തൻ്റെ ജനത്തെയും ശിഷ്യന്മാരെയും അരികിൽ വിളിച്ചിട്ട് ഒരു നല്ല കമ്മീഷൻ, ഗ്രേറ്റ് കമ്മീഷൻ കൈമാറുകയാണ്. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ, ആരെ? യേശുവിനെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിക്കണം. ഒരു ക്രിസ്തീയ പൈതലിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 19 ദിവസമായി ഉപവസിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിന്റെ അകത്ത് ആദ്യം ഉണ്ടാകേണ്ടത് യേശു ക്രിസ്തുവിനെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിക്കുക. ഇന്ന് രാത്രി എന്നെ ഒന്ന് ഉപേക്ഷിക്കണം, എന്നെ മരിപ്പിക്കണം, എന്നെ ഇല്ലാതാക്കണം. ഞാനില്ല. കാരണം എൻ്റെ ജീവിതത്തിനകത്ത് ഞാനില്ല. ക്രിസ്തുവിൻ്റെ ജീവൻ എൻ്റെ അകത്ത് വ്യാപരിക്കുന്നു. ആ ജീവൻ എൻ്റെ അകത്തിരിക്കുമ്പോൾ എൻ്റെ ഇഷ്ടങ്ങളല്ല നടക്കേണ്ടത്, അവൻ്റെ ഇഷ്ടങ്ങൾ അത്രേ എന്നിലൂടെ നടക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ ആമേൻ പറയുമെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയാണ് ദൈവം ജാതികളുടെ ഇടയിൽ നിന്നും എന്നെയും നിങ്ങളെയും വേർതിരിച്ച് ദൈവരാജ്യത്തിനകത്ത് കൊണ്ടെത്തിച്ചത്. കാരണം എന്നേക്കാളും നിങ്ങളെക്കാൾ ശ്രേഷ്ഠന്മാരായ പഠിപ്പും വിവരവും വിദ്യാഭ്യാസമുള്ള പലരും എൻ്റെയും നിങ്ങളുടെ കുടുംബത്തിനകത്തും പുറത്തും സൊസൈറ്റിയിലും
കോളേജിലും സ്കൂളിലും ഒക്കെ ഉണ്ടായിരുന്നിട്ടും നിന്റെ അടുത്തിരുന്ന് പഠിച്ചവരാർക്കും ഇല്ലാത്ത ഒരു ദൈവിക കൃപ നിന്റെ അകത്ത് തന്നിട്ടുണ്ടെങ്കിൽ മറന്നു പോകരുത്. നിന്നെ അവരെക്കാൾ ഏറ്റവും അധികമായി ദൈവം സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് വചനം വിളിച്ചു പറയുന്നത്, കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ രാജ്യത്തിനകത്ത് സുഗന്ധമാകാൻ വേണ്ടിയാണ് നിന്നെയും എന്നെ വേർതിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ, അത് ഇച്ഛിക്കണമെങ്കിൽ ഹല്ലേലൂയ, യേശുവിൻ്റെ കൂടെ പോകുവാൻ ഒരുവൻ ഇച്ഛിച്ചാൽ ആദ്യം സ്വയം അവൻ മരിച്ചിരിക്കണം. മരണം എന്തെന്ന് പറഞ്ഞാൽ ഈ ലോകത്തോട് മരിക്കണം. ഉപവാസം എന്തെന്ന് പറഞ്ഞാൽ ഈ ലോകത്തോട് മറന്നിരിക്കണം. ഹല്ലേലൂയ, ഈ ലോകവുമായി എനിക്കൊരു ബന്ധമില്ല. ഈ ലോകത്തിൽ എനിക്ക് ഒരു വിധത്തിലും ഏതൊരുവിധ ശക്തികളുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. ഞാനൊരു ദൈവ പൈതലാണ്. ദൈവത്തിൻ്റെ വചനത്തെയും വ്യവസ്ഥകളെയും ചട്ടങ്ങളെയും പ്രമാണങ്ങളെയും അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലായി ഞാൻ മാറിയിരിക്കും. അതുകൊണ്ട് ആവർത്തന പുസ്തകം 28-ന്റെ 1-ാം വാക്യം 2-ാം വാക്യം വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്കണം. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ അവൻ്റെ ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കും. ഹല്ലേലൂയ, അങ്ങനെ അനുഗമിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ യഥാർത്ഥ ക്രൂശീകരണം സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ, കാരണം തന്നെത്താൻ ത്യജിക്കുക. ഞാൻ യേശുവുമായിട്ട് ഒരു ബന്ധത്തിലുടമയായി തീരുവാൻ പോകുകയാണ്. എൻ്റെ അകത്ത് വസിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജീവനാണ്. അതുകൊണ്ട് എനിക്ക് ലോകവുമായി ഒരു ബന്ധവുമില്ല. ഞാൻ തന്നെത്താൻ ത്യജിക്കപ്പെടുന്നു, ഞാൻ തന്നെത്താൻ മറക്കപ്പെടുന്നു. ഈ 19 ദിവസം കഴിഞ്ഞ് നിങ്ങൾ 21-ാം ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളുടെ അകത്ത് ക്രിസ്തുവിൻ്റെ ജീവൻ വ്യാപരിക്കണം. നിങ്ങളെ ഇന്നലകളിൽ നിങ്ങളെ ദുഷിച്ചവർ, ഇന്നലകൾ നിങ്ങളെ പരിഹസിച്ചവർ, ഇന്നലകൾ നിങ്ങളെ തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നവരായി തീരണം. ഹല്ലേലൂയ. ഇവിടുന്ന് നാളെ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പീഡ വരുന്നത് ബാങ്ക് നോട്ടീസ് വരുന്ന നാളെ ആയിരിക്കും. പ്രശ്നങ്ങൾ വരുന്ന തിങ്കളാഴ്ച മുതലായിരിക്കും. കഴിഞ്ഞ 21 ദിവസം ഇരുന്നിട്ട് പാസ്റ്ററെ എനിക്കൊരു സമാധാനമില്ല എന്നൊരു വാക്ക് നിന്റെ നാവിൽ നിന്ന് വരരുത്. ഹല്ലേലൂയ, കാരണം നീ കേട്ട വചനങ്ങളെല്ലാം 21 ദിവസവും 42 സെക്ഷനായി പല ദൈവദാസന്മാരിലൂടെ കേട്ട വചനം നിന്റെ അകത്ത് കിടക്കുമ്പോൾ എത്ര മെസ്സേജ് കേട്ടു. നീതീകരണത്തിന് മെസ്സേജ് കേട്ടു, കൃപയുടെ മെസ്സേജ് കേട്ടു, സമാധാനത്തിന് മെസ്സേജ് കേട്ടു, സന്തോഷത്തിന് മെസ്സേജ് കേട്ടു. 66 പുസ്തകത്തിനകത്തും ദൈവദാസന്മാർ വന്ന് നിങ്ങൾക്ക് ഒരു വിധത്തിൽ മറ്റൊരു വിധത്തിൽ വളച്ചൊടിക്കാതെ നേരായ രീതിയിൽ ദൈവവചനത്തെ ഷെയർ ചെയ്തപ്പോൾ ഇത് മുഴുവനും കേട്ട് പഠിച്ചവർ ഇവിടെ കൂടി കേട്ട് ഇവിടെ കൂടി കളയരുത്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കുമെന്ന്. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തിരിക്കണം, അത് മരിച്ചിരിക്കണം. അത് മരിച്ചുവെങ്കിലോ അത് അനേകം പേർക്ക് ഫലം കൊടുക്കുന്ന ഒരു ഫലമായി മാറിയിരിക്കും. ഹല്ലേലൂയ. ഇവിടെ തന്നെത്താൻ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ ഗോതമ്പ് മണി പോലെ തലത്ത് വീണ് ചത്തിരിക്കണം. ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ യഥാർത്ഥ ക്രൂശീകരണം അവിടെയാ സംഭവിക്കുന്ന. ഫസ്റ്റ് അപ്പോൺ ക്രൂശീകരണം നടക്കാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. യഥാർത്ഥ ക്രൂശീകരണം നടക്കുന്ന ഓവർടേക്ക് ചെയ്യത്തില്ല. അവനോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും അവൻ മൗനമായി നിൽക്കും. സ്തോത്രം. ഹല്ലേലൂയ. അവനോട് എതിർക്കാൻ പോകത്തില്ല, അവനോട് സംസാരിക്കാൻ പോകത്തില്ല. നിനക്ക് ബന്ധമില്ലാത്ത വ്യക്തിയുമായിട്ട് നിനക്ക് ഇണയില്ല, പിണ കൂടരുത്. നിന്നോട് എതിർക്കുന്നവനോട് നീ എതിർക്കരുത്. വീട്ടിൽ ചെന്ന് കഥ കടച്ചിട്ട് അന്യഭാഷയിൽ നിന്ന് പ്രാർത്ഥിക്കുക. ദൈവം നിനക്കായി പ്രവർത്തിക്കും ഇറങ്ങി നിന്ന്. സ്തോത്രം. കേസിന് പകരം കേസല്ല കൊടുക്കേണ്ടത്, അടിക്ക് പകരം അടിയല്ല കൊടുക്കേണ്ടത്. മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കണം, അന്യഭാഷയിൽ ജാഗരിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുവിൻ്റെ കൂടെ അനുഗമിപ്പാൻ ഇച്ഛിക്കുന്ന വ്യക്തി, യേശുവിനെ അനുഗമിപ്പാൻ തയ്യാറായാൽ അവൻ യഥാർത്ഥ ക്രൂശീകരണം അവൻ്റെ അടുത്ത് സംഭവിക്കും. കാരണം എന്നെ വിളിച്ചു വേർതിരിക്കുമ്പോൾ, ഒരു പൊതുമൈതാനത്ത് വെച്ച് വേർതിരിക്കുമ്പോൾ, ആ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ എന്നെ അങ്ങ് തടുത്തു മാറ്റി നിർത്തി. എൻ്റെ ബാഡ്ജൊക്കെ ഊരി മേടിച്ചു. മീറ്റിംഗ് നടക്കുന്നതിന് രാവിലെ അവിടെ ചില സുവിശേഷ വിരോധികളുടെ അടി നടന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ സംസാരിക്കുന്നതിനിടയ്ക്ക് ഞാനും നെടുമങ്ങാട് ഡിവൈഎസ്മായിട്ട് ഒരു കശപിശ നടന്നു. ഞാനും അയാളുമായി ഒരു വാഗ്വാദം നടന്നു. വൈകുന്നേരം മീറ്റിങ്ങിന് വരുമ്പോഴത്തേക്ക് സംഘാടകർ പറഞ്ഞു, നിങ്ങൾ ബാഡ്ജ് വെക്കേണ്ട, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും മക്കളും എവിടെയെങ്കിലും ടാർപോളിൽ ഇരുന്നാൽ മതി. 2009 ഒരു പൊതു കൺവെൻഷനകത്ത് ചെന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ, അന്ന് രാത്രിയിൽ ദൈവം എന്നോട് ഇടപെട്ട് എൻ്റെ കുടുംബത്തോട് ഇടപെട്ടു.
എന്നേക്കാൾ തടിമെടുക്കൾ 25 പേര് അടിച്ചിട്ടിട്ട് പോലും ഞാൻ വീണില്ല. എൻ്റെ ശരീരത്തിൽ നിന്നും 200 ഭൂതം പോകുന്നത് ഞാൻ അന്ന് കാണുവാൻ സാധിച്ചു. അന്ന് രാത്രി ആ പൊതുസ്ഥലത്ത് വെച്ച് ബഥേൽ ഐക്യ കൺവെൻഷൻ എന്ന് പറഞ്ഞ തിരുവനന്തപുരത്ത് കേരളത്തിൻ്റെ പ്രമുഖ ദൈവദാസന്മാർ പ്രസംഗിക്കുന്ന ആ മീറ്റിങ്ങിനകത്ത് വെച്ച് ആദ്യത്തെ പ്രൊഡക്റ്റായി എന്നെ അദ്ദേഹം പുറത്തെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരിക്കലും യേശുവിനെ അറിഞ്ഞ് ജീവിച്ചവനല്ല. എൻ്റെ സ്വന്തം സ്ഥലം ഈറോഡാണ്. ഞാൻ തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്നത്. എന്നോട് ആരും സുവിശേഷം പറഞ്ഞില്ല. പക്ഷേ ഹല്ലേലൂയ, യേശുവിനെ കുറിച്ച് ആരും എന്നോട് പറഞ്ഞില്ല. പക്ഷെ അന്ന് രാത്രിയിൽ എന്നോട് ഇടപെട്ടൊരു ദൈവവചനമുണ്ട്. എബ്രായർക്ക് ലേഖനം 13-ാം അധ്യായം 8-ാം വാക്യം, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനത്രേ. ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ 29 സംസ്ഥാനത്തിനകത്തും യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. നെബൂഖദ്നേസർ രാജാവേ, നീ വെച്ചിരിക്കുന്ന ബിംബത്തെ ആരാധിക്കാനല്ലടാ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. നീ വെച്ചിരിക്കുന്ന ബിംബത്തെ ആരാധിക്കാനല്ല. നീ എൻ്റെ തല പോയാലും എൻ്റെ ഉടല് പോയാലും ഈ തിളയ്ക്കുന്ന എണ്ണയിൽ കോരിയിട്ടാലും ഞങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുന്ന ഒരു ദൈവമുണ്ടോ? തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കോരിയിട്ടാലും അതിനകത്ത് നിന്നുകൊണ്ട് നാലാമനായി വെളിപ്പെടുന്ന ഒരു ദൈവം എന്റെ മുമ്പിലുണ്ടാ. നെബൂഖദ്നേസർ രാജാവേ, നീ നിർത്തുന്ന ബിംബത്തെ ഞാൻ ആരാധിക്കത്തില്ല. നിന്റെ മകുടം നീങ്ങുന്ന ദിവസം അടുത്തിരിക്കുക. ഹല്ലേലൂയ. ഇന്ത്യയുടെ ദൈവസഭയ്ക്കെതിരായി ആരെങ്കിലും കച്ച കെട്ടിയാൽ ആ കച്ച കെട്ടുന്നവന്റെ തലയെ തകർക്കാൻ കഴിവുള്ള ഒരുവനെ നമ്മൾ ആരാധിക്കുന്നുണ്ട്. അവന്റെ പേര് യേശുവാ. യേശു. വിളിച്ചു പറ, നീ യേശു എന്ന് പറഞ്ഞാൽ മാത്രം മതി. നിന്റെ കുടുംബത്തിന്റെ സകല നുഖങ്ങളും ഇന്ന് രാത്രി പൊട്ടും. നീ ശ്വസിക്കുന്ന ശ്വാസത്തിൽ പോലും എന്റെ യേശു ഉണ്ടെന്ന്. 132 കോടി ജനവും ശ്വസിക്കുന്ന ശ്വാസത്തിനുണ്ട് യേശു. മുകളിലോട്ടെടുത്ത് താഴോട്ട് വിടുത്ത ഷൂ തീർന്നു, പരിപാടി തീർന്നു. മുകളിലോട്ട് ശ്വാസം വലിച്ചു നോക്ക്, താഴോട്ട് വിട്ടു നോക്ക്. കണ്ടോ? രക്ഷിക്കപ്പെട്ടവനും പെടാത്തവനും ലോകത്തിലുള്ള സകല ജനവും ഒറ്റ ശ്വാസത്തിൽ വിളിച്ചു പറയുന്നു യേശു. നീ വാ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, നിന്റെ ശ്വാസത്തിനകത്തെൻ്റെ യേശു ഉണ്ടടാ. നിന്റെ ശ്വാസത്തിനകത്തെൻ്റെ യേശു ഉണ്ടടാ. നീ ശ്വസിക്കുന്ന ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ. എന്നെ വീക്ഷിക്കുന്ന ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ. നീ മുകളിലോട്ട് വിടുന്നത് എങ്കിൽ താഴോട്ട് വിടുന്നത് ഷൂ ആണ്. ലോകത്തിന്റെ രക്ഷിതാവായ എന്റെ അപ്പനാണ് നീ ആരാധിക്കുന്നു. നമുക്ക് ബന്ധമുള്ളത് യേശുവുമായിട്ടാണ്. യഹൂദന്മാർ പത്രോസിനെയും കൂട്ടരെയും പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, ഇവന്മാർ പഠിപ്പും വിവരവും ഇല്ലാത്തവന്മാരല്ലേ? ഇവൻ ഇംഗ്ലീഷ് അറിയത്തില്ലല്ലോ, ഗ്രീക്ക് അറിയത്തില്ലല്ലോ, എബ്രായ അറിയത്തില്ലല്ലോ, യഹൂദന്റെ ഭാഷയൊന്നും അറിയത്തില്ലല്ലോ. അപ്പുറത്തേക്കാണ് ഒരാൾ പറഞ്ഞത്, ഇവന്മാർ പഠിപ്പും വിവരമൊന്നുമില്ല, പക്ഷെ ഇവൻ യേശുവിന്റെ കൂടെ ആയിരുന്നു. ഇവിടെ ആരെ കൂടെ ആയിരിക്കുന്നതാണ് വിഷയം. പ്രൈസ് ദി ലോർഡ്. ഇവൻ മീൻ പിടിക്കുന്നവനായിരുന്നു, ഇവന് അക്ഷരാഭ്യാസമില്ല, ഇവൾക്ക് ചന്തമില്ല, പക്ഷെ അവൾ യേശുവിന്റെ കൂടെ ആയിരുന്നു. നിന്റെ മുഖശോഭ നിന്റെ മുഖത്തല്ല, നിന്റെ അകത്തെ ഹൃദയത്തിനകത്താ. നിന്റെ അകത്തളകൾ ജ്വലിക്കട്ടെ, നിന്റെ അകത്തളകൾ കാട്ടട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ യേശുവിനെ അനുഗമിക്കുന്ന ഒരു ദൈവവൈതൽ ലോകവുമായിട്ടൊരു ബന്ധമുണ്ടാകത്തില്ല. ലോകത്തിന്റെ കളങ്കം നിന്നെ പറ്റരുത്. ലോകത്തിന്റെ രൂപം, ഫാഷൻ നിന്നെ തുടരുത്. ലോകത്തിന്റെ മാലിന്യം നിന്നെ അശേഷം തൊട്ടുപോകരുത്. ഇതൊക്കെ ബൈബിളിലുണ്ട്, പറയാൻ സമയമില്ല. ലോകത്തിന്റെ ബന്ധങ്ങളൊന്നും നിന്നെ അപേക്ഷ ചെയ്യരുത്. ഒരു ദൈവവൈതലായി നീ ജീവിക്കാൻ തയ്യാറായാൽ ഈ ലോകത്തിന്റെ ന്യൂ ജനറേഷൻ സെറ്റപ്പിലേക്ക് നീ ചെന്ന് വിടരുത്. പ്രൈസ് ദി ലോർഡ്. പഴയ അപ്പച്ചന്മാർ നനഞ്ഞ തോർത്തിനകത്ത് ഉണക്കമരിച്ചിരിയും കാന്താരമുളവും വെച്ച് മലയേലകൾ കയറി ഇറങ്ങിയതിന്റെ ഫലമാ ഇന്ന് നിന്റെ തലമുറ, നീയും നിന്റെ തലമുറയും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ ആരെങ്കിലും വന്ന് 4 മറുമാടിച്ചതുകൊണ്ടോ അല്ല. മറുമാടിക്കണോ? അകത്ത് വചനം ഇറങ്ങണം. പേനയ്ക്ക ക്രോസിന്റെ പേനയാണ്. ബാങ്കിൽ വെച്ച് ഒരാൾ ഒപ്പിടാൻ ചോദിച്ചാൽ കൊടുക്കുമ്പോൾ മഷിയില്ലെന്ന് പറയരുത്. ഇരിക്കുന്നത് മോൺ ബാങ്കിന്റെ പേനയാണ്, പക്ഷെ മഷിയില്ലെന്ന് പറയരുത്. ഇതിനകത്ത് മഷി ഉണ്ടെങ്കിൽ തെളിയും.
നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഹല്ലേലൂയ നീ എന്ത് നിറഞ്ഞിട്ടുണ്ടെന്ന് പരിശുദ്ധാത്മാവൻ അറിയാം. ഹല്ലേലൂയ നിന്റെ പ്രാർത്ഥനയ്ക്ക് മാറ്റം വരും. കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിച്ചതുപോലെ അല്ലല്ലോ ലില്ലി സിസ്റ്റർ പ്രാർത്ഥിച്ചത്. പ്രാർത്ഥനയ്ക്കൊരു മാറ്റമുണ്ട്. ഹല്ലേലൂയ നീ ഇനി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മലയാളത്തിൽ പ്രാർത്ഥിക്കരുത്, അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. എന്റെ കേസ് തീർക്കാൻ SI എന്നെ സ്റ്റേഷനിൽ വിളിച്ച സമയത്ത് നിന്റെ കേസ് തീർക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ കേസ് തീരണ്ട പിന്നെ നീ എന്തോടെ പറയുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ആത്മമണ്ഡലത്തിൽ നിന്നുകൊണ്ട് ചാടുക, നിന്റെ കേസ് തീർന്ന് വിട്ടോളാൻ പറഞ്ഞു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. BSNL ജോലി. എവിടെയാണ്? BSNL. 85,000 rupees സാലറി കിട്ടും. എത്ര? ജോലി രാജിവെക്കാൻ എഴുതി കൊടുത്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇനി ആർക്കെങ്കിലും എന്തുകൊണ്ട് ഇനി ഇവിടെ വരാം. 85,000 rupees. ഭാര്യ സെക്രട്ടേറിയറ്റിലെ സെക്ഷൻ ഓഫീസറാണ്. ഹല്ലേലൂയ. 2 മക്കളുണ്ട്, 22 വയസ്സുള്ളതും 21 വയസ്സുള്ളതും. ഹല്ലേലൂയ. ജോലി രാജിവെക്കാൻ എഴുതി കൊടുത്തിട്ടാണ് പ്രാഗൽഭ്യത്തോടു കൂടെ ഈ ശ്രേഷ്ഠ ദൈവദാസന്മാരുടെ മുമ്പിൽ ഒരു പുഴുവായി നിന്ന് ദൈവവചനം പറയുന്നത്. അഹങ്കരിക്കാൻ ഒന്നുമില്ല, അഹങ്കരിക്കാൻ ഒന്നുമില്ലടാ. അഹങ്കാരമെല്ലാം മാറ്റിയിട്ടാണ് വെക്കുന്നത്. എന്റെ ക്രിസ്തുവിന് വേണ്ടി ഞാൻ കഷ്ടത സഹിക്കുന്നു. റിസൈൻ ലെറ്റർ കൊണ്ടുവന്ന് ഓഫീസറുടെ കയ്യിൽ കൊടുക്കുകയാണ്. സാർ എന്താണല്ലേ? അല്ല ഞാൻ ജോലി ചെയ്യാൻ എനിക്കിന്ന് താല്പര്യമില്ല. അതെന്ത്? 12 വർഷം കൂടി സർവീസ് ഉണ്ടല്ലോ. ഇന്നത്തെ സിറ്റുവേഷനിൽ പോയാൽ 2030 ആകുമ്പോൾ നിനക്ക് 1.25 ലക്ഷം രൂപ ശമ്പളം കിട്ടും. ഞാൻ പറഞ്ഞു സാറേ ഞാൻ താഴെ വയലൊന്ന് വാങ്ങിച്ചു, ഒരു ചെറിയ 10 സെൻറ്റ് വയൽ മേടിച്ചിട്ടുണ്ട്, അതിനകത്തൊരു നിധി ഒളിഞ്ഞിരിക്കുന്നെന്ന് ആരോ പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് ഈ ജോലി അങ്ങ് വേണ്ട. ഒരു വയൽ ഇന്ന് രാത്രി നീ പ്രാപിച്ചോണ്ടേ പോകാവൂ. ഇത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല. എന്ത് കിട്ടും, എന്ത് തിന്നും, എന്തൊടുക്കാം. ലോക മനുഷ്യർ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ കഷ്ടതയുടെ കൂട്ടായ്മ ആചരിപ്പാൻ എനിക്ക് അവൻ വരം നൽകിയിരിക്കുന്നു. പാസ്റ്റർ സാറിൻ്റെ കൊണ്ടുവന്ന് ലെറ്റർ കൊടുത്തു, വായിച്ചുകൊണ്ട് അല്ലേ റിസൈൻ ചെയ്യുന്ന VRS. അതെ പക്ഷേ അല്ലേ സാർ എണീറ്റ് നിന്നത് എന്തുകൊണ്ട് നീ എന്നെ ചീത്ത വിളിക്കുകയാണോ വേറെ ഭാഷയിൽ? ഞാൻ പറഞ്ഞു അതൊന്നുമല്ല, ഇത് വേറെ ഹെവൻലി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ കൺവെൻഷൻ നടത്തുന്നത്, അതിനു മുമ്പേ വാച്ച് ഒപ്പിടുക. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ജനറൽ മാനേജറുടെ അകത്ത് വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, ഈ പാസ്റ്റർ അനിൽ എവിടെ ഉണ്ടെന്ന് ചോദിച്ചു. GM ഉടനെ എന്നെ പ്യൂണിനെ വിളിച്ചിട്ടുണ്ട്, ഇവിടെ ആയിട്ട് പാസ്റ്റർ അനിലുള്ളത്. സാറേ നമ്മളെ മറ്റേ പഴയ മൊട്ട അനിലില്ലേ, മറ്റേ BMSൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അവനാണ് ഗുണ്ട, അവൻ ഇപ്പം പാസ്റ്ററാണ്. പാസ്റ്റർ ഹല്ലേലൂയ ഹല്ലേലൂയ. GM വിളിച്ചോ നീ ഇപ്പോൾ പാസ്റ്റർ ആയത്? ഞാൻ പറഞ്ഞില്ല, ചുമ്മാ മീശയൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ, ഞാൻ ചുമ്മാ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഓഫീസിനകത്ത് ഒരുത്തൻ എന്നെ കണ്ട് അന്ന് ഹാഫ് ഡേ ലീവ് എടുത്ത് വീട്ടിൽ പോകും. കാരണം അറിയാമോ, പിടിച്ചവൻ്റെ 100 രൂപ മേടിച്ച് 2 അടിച്ചിട്ട് വീട്ടിൽ പോകും. ഹല്ലേലൂയ. അങ്ങനെ 3 കുപ്പി മദ്യം ഒരു ദിവസം ഇരുന്ന ഇരിപ്പിൽ അടിക്കുന്ന ഒരു വ്യക്തി. ഹല്ലേലൂയ. ഒരു ഡോക്ടറെയും കണ്ടില്ല, ബോധിയിലും കിടന്നില്ല, അഭയിലും കിടന്നില്ല. സ്തോത്രം. എല്ലാം നിർത്തുന്ന സമയത്തുള്ള കാര്യം ചുരുക്കത്തിൽ പറയാം, 10 പാക്കറ്റ് വിൽസ് വലിക്കും. സ്തോത്രം. 8 മുറുക്കാൻ ചവയ്ക്കും, 2 കുപ്പി മൂക്കുപൊടി വയ്ക്കും, 3 കുപ്പി മദ്യം കുടിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഭാര്യയുടെ നമ്പർ തന്നിട്ട് പോകാം, അവളോട് വിളിച്ച് ചോദിച്ചാൽ മതി. ഈ ലോകത്ത് വേറെ ആരോട് ചോദിക്കുന്നത് എൻ്റെ ഭാര്യയോട് ചോദിക്കാവും. കാരണം അവളെ ശരീരത്തിന് ഇനി ഇടി കൊള്ളാൻ ഒരു സ്ഥലവും ബാലൻസ് ഇല്ല. സ്തോത്രം പറഞ്ഞില്ലല്ലോ, ഓരോ ഇടിക്കും ഓരോ അമിട്ടിൻ്റെ വെയിറ്റും ഉണ്ട്. ഹല്ലേലൂയ പ്രൈസ്. ഒറ്റ ഇടിയിൽ ജന്നി വന്നിട്ടുണ്ട്. സ്തോത്രം പറയാമോ? ഒറ്റ ഇടിയിൽ ഭാര്യ നോക്കുക, ഒറ്റ ഇടിയാണ്. ഹല്ലേലൂയ. 10ാമത്തെ വയസ്സിലാണ് കയറിയത്. എവിടെ? അങ്ങ് ദണ്ഡ എടുത്ത് വെച്ചോണ്ട് കലക്കി. അതുകൊണ്ട് മർമ്മം വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റും. ഒറ്റയടിയിൽ സ്നാനപ്പെടാൻ 3 ദിവസം ദൈവദാസൻ പറഞ്ഞു വീട്ടിന് പുറത്തിറങ്ങരുത്. 3-ാം ദിവസം സ്നാനപ്പെടണം. ഇതുപോലെ തയ്യാറെടുത്തിരിക്കുക. 3 ദിവസം വീട്ടിൽ ഉപവാസം. 2-ാം ദിവസം വൈകുന്നേരം ഭാര്യ ഇറങ്ങി ഇണഞ്ഞു. എൻ്റെ അകത്തിരുന്ന പാമ്പ് കയറി കൊത്തി. കാലിൽ ഒറ്റയിടി ഇവിടെ ഞരമ്പ് അങ്ങ് തിടിച്ചു പോയി. നേരെ പേരൂർക്കോട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറെ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കേണ്ടാണ്, വിടുന്നു പോകാൻ പറഞ്ഞു. ഹല്ലേലൂയ. കാരണം അവസാനത്തെ സമയത്തും നിന്റെ ഭാര്യ ചത്തുപോകേണ്ടാണ്, ഇന്നും ജീവിച്ചിരിപ്പുണ്ട്.
ഹാലല്ലേ, ഭാര്യയ്ക്ക് ഉമ്മ കൊടുത്തിട്ടാണ് ഇവിടെ വന്ന് ദൈവജനം പറയുന്നത്. കാരണം നരകയാതനമായ കുടുംബം, ഒരിക്കലും ഗതി പിടിക്കത്തില്ലെന്ന് പറഞ്ഞ കുടുംബം. സ്വന്തം ഭാര്യ പറഞ്ഞു റെയിൽവേയിൽ പോയി തലവെക്കാൻ, നീ ചത്താൽ നിന്റെ ജോലി എനിക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഭാര്യ വീട്ടുകാർ പറഞ്ഞ്, ഗീതേ നിന്റെ ജീവിതം കാള ജീവിതമായിരിക്കും, കാളരാത്രിയായിരിക്കും. എല്ലാവരും എഴുതി തള്ളി, പലരും തള്ളി മാറ്റി. പക്ഷെ ഒരുവനെ ഉയർത്താൻ ശ്രമിച്ചപ്പോൾ, ഒരുവന്റെ ക്രൂശിനെ സത്യസന്ധമായി എടുക്കാൻ ശ്രമിച്ചപ്പോൾ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവത്തിന്റെ വചനത്തെയും അവന്റെ ക്രൂശിനെയും സത്യസന്ധമായും വിശ്വസ്തയോടെയും നീ ചുമന്നാൽ നിന്റെ തലമുറ ലോകത്തിൽ അനുഗ്രഹിക്കപ്പെടും. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ, ഗ്ലോറി, ഗ്ലോറി. എനിക്ക് പ്രസംഗിക്കാൻ കഴിവില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, എനിക്ക് പാടാൻ അറിയത്തില്ല. പക്ഷെ എന്നെ യേശു ഇതെല്ലാം പഠിപ്പിച്ചു. ഒരു നാൾ നശ്വരലോകം വിട്ടുപിരിയും നാം അതിവേഗം, അങ്ങേ കരയിൽ നിന്നും നമ്മൾ നേടിയതെന്തെന്നറിയും. ഒരു നാൾ നശ്വരലോകം വിട്ടുപിരിയും നാം അതിവേഗം, അങ്ങേ കരയിൽ നിന്നും നമ്മൾ നേടിയ. ലോകം വെറുത്തോ വില നാം അന്നാളറിയും. ലോകം വെറുത്തോ വില നാം അന്നറിയും. വരുവിൻ യേശുവിനരുകിൽ, എത്ര നല്ലവൻ. ഏറ്റവും നല്ല പ്രാസംഗൻ എപ്പോഴും പരാജയപ്പെട്ടവനായിരിക്കും. ഒരു നല്ല ലിസ്ണറാണ് ഏറ്റവും നല്ല ലീഡർ. ഏറ്റവും നല്ല കേൾവിക്കാരനാണ് ഏറ്റവും നല്ല പ്രാസംഗൻ. അങ്ങനെയുള്ള ഒരു നേതാവ് ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ എൻ്റെ അപ്പൻ മാത്രമേ ഉള്ളൂ. ഉടഞ്ഞുപോയ, തകർന്നുപോയ, അണലി കടിച്ച് എൻ്റെ ജീവിതത്തെ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ നടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് അവൻ എന്നെ. ഇത് വിളിച്ച് പറയുന്നു ഞാൻ ചിന്തിച്ചതാ. നിങ്ങൾക്കറിയാമോ, സ്നാനപ്പെട്ട് 3-ാം ദിവസം എൻ്റെ ഭാര്യ മാനസികമായ രോഗത്താൽ ഭാരപ്പെട്ടു. പല ദൈവദാസന്മാരും എന്നെ തള്ളി. എൻ്റെ ഭാര്യയ്ക്ക് ഭൂതമുണ്ടെന്ന് പറഞ്ഞു. അറിയാമോ, ഞാൻ ഒരിക്കലും പറയാതെ വെച്ചതിൻ്റെ കാരണം എൻ്റെ സീസണിലേക്ക് ഞാൻ എത്തിയത് കൊണ്ടാണ്. വിശുദ്ധിക്കും വേർപാടിനും വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. എഫെസോസിന്റെ സഭയ്ക്കകത്ത് ദൈവം പറഞ്ഞിരിക്കുന്നു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങളെ വിളിച്ചിരിക്കുന്ന ക്രിസ്തുയേശുവിൽ നിങ്ങൾ തികഞ്ഞവരായി തീരേണ്ടതിന് നിങ്ങൾ വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരാനാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും നീയും ഞാനും പ്രാപിക്കണമെങ്കിൽ എൻ്റെയും നിന്റെയും അകത്ത് വിശുദ്ധരും നിഷ്കളങ്കത്വവും വെളിപ്പെട്ടിരിക്കണം. 3-ാം ദിവസം എൻ്റെ ഭാര്യയ്ക്ക് ഭൂതം ബാധിച്ചു എന്ന് പറഞ്ഞ് പലരും പരിഹസിച്ചു. 5 വയസ്സായ 4 വയസ്സായ കുഞ്ഞുങ്ങളെയും കൊണ്ട് മീറ്റിങ്ങിന് പോകുമ്പോഴത്തേക്ക് ആത്മാവിൽ ഒന്ന് ആരാധിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു വൈകല്യം വരുമ്പോൾ ഞാൻ പതുക്കെ അവളെയും കൂട്ടി പോകുമ്പോൾ പലരും എന്നെ നോക്കി ചിരിച്ചു. അന്ന് ചിരിച്ചവരെല്ലാം ഇന്ന് തിരുവനന്തപുരത്തുണ്ട്. ചിരിക്കാത്ത ഞാൻ, എനിക്ക് വേണ്ടി ചിരിച്ചവൻ ഒരിക്കൽ എന്നെ അടുത്ത രാജ്യങ്ങളിൽ കൊണ്ടെത്തിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ജോലിയല്ല എനിക്ക് വലുത്, അതിനേക്കാൾ വലുതാണ് എനിക്ക് എൻ്റെ യേശു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ മകനോടും മകളോടും ഭാര്യയോടും ചോദിച്ചു, അപ്പ ജോലി റിസൈൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. എന്താ? എൻ്റെ മകൻ പറഞ്ഞു, യു ക്യാൻ ഗോ ടു റിസൈൻ വിത്ത് ജോബ് ഇൻ ഇമ്മീഡിയറ്റ്ലി. ഹല്ലേലൂയ. നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെന്ന് ആ ജോലിയെ റിസൈൻ ചെയ്യുക. എൻ്റെ മകൻ അഷുറൻസ് ലഭിച്ചത് അവിടെ നിന്നും അറിയാമോ? ഇന്ന് കുടുംബമായി ഞാനും എൻ്റെ ഭാര്യയും മക്കളും തിരുവനന്തപുരം പട്ടണത്തിനകത്ത് യേശുവിൽ സ്നാനപ്പെട്ട് വിശുദ്ധിയും വേർപാടും നയിച്ച് ദൈവസഭയുടെ പാസ്റ്ററായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ? BSNL ജോലി ചെയ്തിട്ട് 4 വർഷം കൊണ്ട് സഭാ സാർജ്യം നടത്തുന്ന ആരെങ്കിലും ഉണ്ടോ? ഇതാണ് വളരെ വ്യക്തമായി കൊലസ്ത്യർ 4:12 പറയുന്നത്, നിങ്ങളിൽ ഒരുത്തനായ എപ്പഫ്രാസ് നിങ്ങൾക്കായി വിശ്വാസത്തിൽ പോരാടി
പോരാട്ടം കഴിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ജോലി ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ വേല ചെയ്യാൻ ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം ദൈവം എന്നെ ശക്തമായി ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന കാരണം എൻ്റെ മുട്ട് ദൈവസന്നിധിയിൽ മടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ്. എൻ്റെ മുട്ടിനകത്ത് കായ്പുള്ളത് കൊണ്ട് എനിക്ക് ആരെയും ഭയപ്പെടേണ്ട. എൻ്റെ മീറ്റിംഗ് വെട്ടിയാലും കുറച്ചാലും കൂട്ടിയാലും കിഴിച്ചാലും എനിക്കറിയാം ഞാൻ ചെല്ലേണ്ടുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവ് എന്നെ കൃത്യമായി കൊണ്ടെത്തിക്കും. എൻ്റെ ഭാര്യ ഇപ്പോഴും എനിക്കും ഈ മീറ്റിങ്ങിന് വേണ്ടിയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. എൻ്റെ തലമുറകളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി എൻ്റെ കുടുംബം പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനുമായി ബന്ധപ്പെടുന്ന ദൈവദാസന്മാർ ഇവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പട്ടണത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം എന്താ? യേശുവിന്റെ വരവ് അടുത്തിരിക്കുന്ന ഈ അന്ത്യനാളിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിലേക്ക് ഒരുവൻ വന്നാൽ അവൻ യേശുവിനുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ട്. ഞാൻ ആദ്യം എന്നെ തന്നെ മരിപ്പിക്കണം. എന്നെ മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ മറക്കണം. ഈ ലോകത്തോടു കൂടി ഞാൻ മറന്നിരിക്കണം. ഈ ലോകം എന്നെ ടച്ച് ചെയ്യരുത്. ലോകം എന്നെ തുടരുത്. ലോകത്തിന്റെ മോഹങ്ങളൊന്നും എന്നെ പിടിക്കരുത്, രുചിക്കരുത്, പിടിക്കരുത്, തുടരുത്. ഇത് വായിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? വാവ് കേട്ടിട്ടുണ്ടോ? ഇതെല്ലാം ലോകത്തിന്റെ ബന്ധങ്ങൾ. ഇതൊന്നും നിന്നെ എന്നെ പിടിക്കരുത്. നീ ദൈവ പൈതലാണ്. നിനക്ക് ദൈവവുമായിട്ടൊരു കോൺട്രാക്ട് ഉണ്ട്. നീ ക്രൂശ് ചുമക്കാൻ തയ്യാറായവനാണ്. ഹല്ലേലൂയ. രണ്ടുപേർ ഒരുമിച്ച് ക്രൂശ് ചുമക്കുകയാണ്. ഒരു കഥ. രണ്ടുപേർ ഒരുമിച്ച് ക്രൂശ് ചുമന്നു പോകുന്നു. ഒരുവന്റെ ക്രൂശിന്റെ ബലം കൂടിയപ്പോൾ അവൻ വളരെ ഭയപ്പെട്ട് ഭാരപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മരം വെട്ടുകാരൻ വന്ന് ചോദിച്ചു, എങ്ങോട്ട് പോകുന്നു? വാഗ്ദത്ത ദേശത്തിലേക്ക് പോകുന്നു. ക്രൂശുമായിട്ടാ പോകുന്നത്. ഇതിൻ്റെ ഭാരം കൂടിയത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം അറിയാതെ കുഴഞ്ഞിരിക്കുക. മരമെട്ടുകാരൻ പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കാം. അതിൻ്റെ വണ്ണവും വീതിയും പൊക്കവും നീളവും ഒക്കെ കുറച്ച് തരാം. ഇതെല്ലാം കുറച്ചു. അവൻ്റെ സുഗമമായ യാത്രയ്ക്ക് കരമായി അവൻ ആ ക്രൂശുമായി വാഗ്ദത്ത ദേശത്തിലേക്ക് പോയി. കൂടെ വന്നവൻ ക്രൂശിനെ മറുകരയിൽ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെത്തി. ഇവന് പോകാൻ പറ്റാതെ ഇരിക്കുമ്പോൾ ദൂതന്മാർ ചോദിച്ചു, എന്താ അവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചു. ഞാൻ വാഗ്ദത്ത ദേശത്തിലേക്ക് വരികയാ, പക്ഷെ എനിക്ക് അങ്ങോട്ട് വരുവാൻ സാധിക്കുന്നു. നിന്റെ കയ്യിലിരിക്കുന്ന ക്രൂശ് എടുത്തിട്ട് നീ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു. അവനിട്ട ക്രൂശ് അഗാധങ്ങളിലേക്ക് തീണുപോയി. ഒരിക്കലും അവന് ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എൻ്റെ ക്രൂശുമെടുത്താണ് ഞാൻ സഞ്ചരിക്കേണ്ടത്. മറ്റുള്ളവരുടെ ക്രൂശുമായിട്ടല്ല ഞാൻ സഭയിലേക്ക് വരേണ്ടത്. എൻ്റെ ക്രൂശുമായിട്ടാ. എൻ്റെ ക്രൂശുമായിട്ട് ഞാൻ വരണമെങ്കിൽ ഞാൻ ആദ്യം മരിച്ചിരിക്കണം. എന്നിലൊരു മരണം സംഭവിച്ചെങ്കിൽ മാത്രമേ എന്നിലൂടെ അനേകം പേരെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ അകത്തൊരു മരണം സംഭവിക്കാത്തടത്തോളം കാലം എൻ്റെ ആത്മീയ ജീവിതത്തിൽ എവിടെയൊക്കെ പരാജയങ്ങളും എവിടെയൊക്കെ പ്രശ്നങ്ങളും സംഭവിക്കുന്നു. എൻ്റെ ശരീരത്തിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങളുമുണ്ടെങ്കിൽ അത് യഥാർത്ഥ ക്രൂശീകരണം നടക്കാത്തത് കൊണ്ടാണ്. എൻ്റെ ശരീരം ക്രിസ്തുവിൻ്റെ മന്ദിരമാണ്. 1 കൊരിന്ത്യർ 3:14 പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ആ ദൈവത്തിൻ്റെ മന്ദിരത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുവെന്നും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരത്തെ ദൈവം ഒരിക്കലും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നില്ല. അത് ഒരിക്കലും ഇല്ലാതാകാൻ പാടില്ല. അങ്ങനെ തന്നെത്താൻ ത്യജിച്ച് ദൈവത്തിന്റെ ക്രൂശല്ല നിന്റെ ക്രൂശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അടുത്ത പദം വായിച്ചാട്ടെ. വായിച്ചാട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും നിങ്ങളുടെ ജീവനെ രക്ഷിപ്പാൻ ശ്രമിച്ചാൽ അതിനെന്ത് ചെയ്യും? കളയും. കാരണം യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കുന്ന ഇതുപോലത്തെ ഒരു ദൈവ കൂട്ടം ഈ ലോകത്തൊരിടത്തുമില്ല. മറ്റൊരു ദൈവത്തിന് വേണ്ടി ഇതുപോലെ ജീവൻ കൊടുക്കത്തില്ല, കുരുതി കൊടുക്കത്തില്ല. കാരണം യേശുവിന് വേണ്ടി മാത്രം ജീവൻ കളഞ്ഞവരാണ്. ഇതിനകത്ത് യോഗ്യത വല്ലതും ഉണ്ടായിട്ടാണോ ഞാനും നിങ്ങളും ഈ ദൈവസഭയ്ക്കകത്ത് ഇരിക്കുന്നത്? കഴിഞ്ഞ 20 ദിവസം ഇതിനകത്ത് ഇരുന്നതും ഈ ചൂട് കൊണ്ടതും ദേഹം വിയർത്തതും എന്തെല്ലാം പ്രതിസന്ധികൾ വന്നിട്ടും അതിലൊന്നും അടിപതാതെ ഇതിനകത്ത് നിലനിൽക്കുന്നതിന്റെ കാരണം യേശുവിനോടുള്ള നിന്റെ സ്നേഹമാണ്. അല്ല പാസ്റ്ററുള്ള സ്നേഹമാണോ? സഭയോടുള്ള സ്നേഹമാണോ? നിനക്ക് വ്യക്തിപരമായിട്ട് യേശുവുമായിട്ടൊരു ബന്ധമുണ്ട്. ആ ബന്ധമുള്ളവരാണ് ഇതിനകത്തിരിക്കുന്നത്. യേശുവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ കോൺഗ്രിഗേഷൻ നോക്കത്തില്ല, വചനം കേൾക്കുന്നിടത്ത് പോകും. അനാവശ്യ വചനം കേൾക്കുന്നിടത്ത് പോകരുത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ ചോദിച്ചു, എല്ലാവരും നിൽക്കുമ്പോൾ ചോദിച്ചു, അമേരിക്കയിൽ പോകാൻ കൈവെക്കുന്നവർ കൈവെക്കാൻ പറഞ്ഞു. നിന്ന 10-25 പയ്യന്മാർ ഒരുമിച്ച് പൊക്കിയിട്ടുണ്ട്. എനിക്ക് പോകണം. അപ്പോൾ അതിനടുത്തുനിന്നൊരു പയ്യനെ ഞാൻ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് ചോദിച്ചു, ബൈബിൾ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു.
അമേരിക്കയിൽ പോകാൻ പോണു. ബൈബിൾ വായിച്ചിട്ടുണ്ട്? ഇല്ല. പിന്നെ എന്തിനു പോകുന്നു അവിടെ? അവിടെ എന്നാ എടുക്കാനാണ് പോകുന്നത്? ബൈബിൾ വായിച്ചിട്ടില്ല, അമേരിക്കയിൽ പോകണമെന്ന് ദൂത് പറയുകയാണ് പ്രവാചകന്മാർ. നീ അമേരിക്കയിൽ പോകും, സ്വിറ്റ്സർലൻഡിൽ പോകും, ഫ്രാൻസിൽ പോകും. നീ ആദ്യം നിന്റെ വീട്ടിന് ചുറ്റിലുള്ള 40 പേർക്ക് ട്രാക്ട് കൊടുക്ക്. സ്വത്രം പറഞ്ഞില്ലല്ലോ. നമ്മുടെ ട്രാക്ട് നമ്മൾ തന്നെ അടിക്കുകയാണ്. എൻ്റെ ഭാര്യയാണ് ട്രാക്ട് എഴുതുന്ന ആൾ. ഞാൻ അടിച്ചു കൊടുക്കും. ഞങ്ങളുടെ പരിപാടി വൈകുന്നേരങ്ങളിൽ എൻ്റെ മക്കൾക്ക് വെളിയിൽ നിന്ന് ഫുഡ് മേടിച്ചു കൊടുക്കാമെന്ന് പറയും. മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കും. ഓരോ ഗേറ്റിൽ നിന്നുകൊണ്ട് 1000-2000 നോട്ടീസ് അങ്ങ് കൊടുക്കും. ഞങ്ങൾ ആരും അടിച്ചിട്ടുമില്ല, തല്ലിയിട്ടുമില്ല. ഞങ്ങളെ കണ്ട ഒരു കുഴപ്പവും കാണത്തില്ല. വാങ്ങിക്കുന്നവരെല്ലാം നല്ല ഓഫീസേഴ്സാണ്. വാങ്ങിച്ച് നോക്കിയിട്ട് നമ്പർ ഒന്നും അതിനകത്തില്ല. അതിനകത്ത് ഒരുവൻ രക്ഷിക്കപ്പെട്ട അവൻ വിളിച്ച് പറയും, എനിക്ക് മ്യൂസിയത്തിൽ നിന്ന് കിട്ടിയ ഒരു കാർഡാണ് എൻ്റെ ജീവിതത്തെ മാറ്റിയെന്ന്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ രക്ഷിക്കപ്പെട്ട് വന്നതിന് ശേഷം രമേഷ് പന്തളം എന്ന് പറയുന്ന ദൈവദാസിൻ്റെ വീട്ടിൽ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ ഒരു പേപ്പർ കിടന്ന്, അത് ചവിറ്റുകുട്ടേ കിടന്നാണ്. ഞാൻ പതുക്കെ അത് എടുത്തപ്പോഴത്തേക്കും ബെറാക്ക പ്രൊഫറ്റിക് മിനിസ്ട്രീസ് എന്നൊരു മിനിസ്ട്രീസ് ആയിരുന്നു. ഞാൻ അതിന് പതുക്കെ ആരും കാണാതെ പോക്കറ്റിനകത്ത് വെച്ചു. എൻ്റെ ഭാര്യയുടെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷ് പരിജ്ഞാനം കുറവാണ്, നീ ഇത് വായിച്ചിട്ട് വ്യക്തമായി പറഞ്ഞു തരാം. അപ്പോൾ അവർ പറഞ്ഞു, അവിടെ ബെറാക്കയിൽ 10 ദിവസത്തെ STC മീറ്റിംഗ് നടക്കുന്നുണ്ട്. എൻ്റെ ഭാര്യ അരിച്ചു പറക്കി എല്ലാം കൂടി ഒരു 1500 എൻ്റെ തന്നു. ഞാൻ ഇവിടെ നിന്ന് 175 രൂപ കൊടുത്ത് ഏറ്റവും പുറകിലുള്ള ട്രെയിനിൻ്റെ സീറ്റിൽ കയറിയിരുന്ന് തൂങ്ങിപ്പിടിച്ചൊക്കെ കയറി അവിടെ എത്തി. ചോദിച്ച് ആ കാട്ടിനകത്ത് ചെന്നിരുന്ന് 10 ദിവസം ഒരു വരമ്പത്തിരുന്ന് ആഹാരം കഴിച്ച് ഉള്ള വചനവും കേട്ട് തിരിച്ചു പോന്നു. എനിക്കൊന്നും അറിയത്തില്ല. സ്തോത്രം. പക്ഷേ ദൈവം നോക്കിക്കോണേ, അടുത്ത വർഷം അവിടുത്തെ മീറ്റിങ്ങിൻ്റെ കോർഡിനേറ്ററായിട്ട് ദൈവം എന്നെ കൊണ്ടുപോയി. സ്തോത്രം പറഞ്ഞില്ലല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. കാരണം എസെക്കിയ ഫ്രാൻസിസിൻ്റെ അടുക്കൽ ചെല്ലാൻ ഒരു യോഗ്യത എനിക്കില്ല. പക്ഷെ ഇന്ന് അദ്ദേഹത്തിൻ്റെ സഭയുടെ ആ മിനിസ്ട്രിക്കകത്ത് നിൽക്കുന്ന ഒരു വ്യക്തികൾ പോലും എന്നെ അറിയാത്തവരില്ല. ഈ കേരളത്തിൽ നിന്ന് അനേകം ഇന്ന് കത്തി ജ്വലിക്കുന്ന പലരെയും എൻ്റെ സഭയുടെ പേരിൽ ഞാൻ അവിടെ വിട്ടിട്ടുണ്ട്. അവരവിടെ ചെന്നിട്ടുണ്ട്. അവരവിടെ നിന്ന് അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ വരുമ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞ് എൻ്റെ റെക്കമെൻഡേഷൻ നടന്നിട്ടുമുണ്ട്. കാരണം വെറും 1 വർഷം കൊണ്ടാണ്. കാരണം കളഞ്ഞു കിട്ടിയ ഒരു പേപ്പർ കാരണം എൻ്റെ വഴിത്തിരിവിന്. ഹല്ലേലൂയ. ദൈവവചനത്തിന് വില കൊടുക്കണം. വില കൊടുക്കാതെ പറ്റത്തില്ല. എന്നെ പഠിപ്പിച്ചൊരു ദൈവദാസൻ പറഞ്ഞു, ഞാൻ പോയ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വചനം പഠിച്ചിരിക്കണം. ഞാൻ പോയ വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചിരിക്കണം. വചനം വ്യക്തമായും വായിച്ചിരിക്കണം. വചനം പഠിച്ചിരിക്കണം. ഞാൻ നിങ്ങളോട് ആരോടും ചോദിക്കുന്നില്ല, 21 ദിവസത്തിനകത്ത് വെച്ച് എത്ര പേര് ബൈബിൾ വായിച്ച് തീർത്തു? അതൊന്നും ചോദിക്കരുത്. എത്ര പേര് വായിച്ചു? ഉപവാസം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? അറിയാമോ? യെശയ്യാവിൻ്റെ പുസ്തകം 58-ാം അധ്യായം എടുത്തു 58-6 വായിച്ചോ. 58-6. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. വായിച്ചോ. നുകത്തിന്റെ അമ്മിക്കയറുകളെ അഴിക്കുക. പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക. എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം. ഇതാണ് ഉപവാസം. ഈ ഉപവാസം നാളെ കഴിഞ്ഞ് അറിയണം. നീ പ്രാർത്ഥിച്ച അന്യായ ബന്ധനങ്ങൾ അഴിയണം. ഇവിടെ പൊട്ടലില്ല, കത്തലില്ല, ജ്വലിക്കട്ടെ, ഈ പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഇവിടെ അഴിച്ചിൽ മാത്രമേ ഉള്ളൂ. അഴിയട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ്? സാത്താൻ കുരുക്കി വെച്ചിരിക്കുന്ന കുരുക്കുകൾ അഴിയട്ടെ. കുരുങ്ങിക്കിടക്കുന്ന കുരുക്കിനെ പൊട്ടട്ടെ എന്ന് പറഞ്ഞാൽ പൊട്ടത്തില്ല. പണ്ട് കിണറ്റിനകത്ത് ഇത് എന്ത് വീഴും? ഈ കയറ് വീഴും. ഈ കയറ് വീഴുന്ന കയറെടുക്കാൻ വേണ്ടി കിണറ്റിൻ്റെ മുകളിൽ നിന്ന് പാസ്റ്റർ പൊട്ടട്ടെ എന്ന് പറഞ്ഞാൽ അത് പൊട്ടു. അത് അഴിയാൻ പാതാള കരണ്ടിയുണ്ട്. അത് ഇട്ട് ഒരു കലക്കി ഒരു ഉടി പിടിച്ചാൽ ഇനി പോരും. അപ്പോൾ അന്യായ ബന്ധനങ്ങൾ അഴിക്കുക. എല്ലാത്തിനും അഴിക്കുന്നതാണ് ഉപവാസം. അപ്പോൾ ഈ ഉപവാസത്തിനകത്ത് ഒന്ന് എൻ്റെ അകത്ത് വ്യാപരിച്ചിട്ടുള്ളത് സകലതും പോകണം. പേനയ്ക്കകത്ത് മഷി നിറയുന്നിരിക്കുന്നത് പോലെ. കാരണം ഇത് തെളിയണം, മറ്റുള്ളവർക്ക് ഇത് അനുഗ്രഹമായി തീരണം. എൻ്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ ലാവണ്യ വാക്കുകളായി മാറണം. എൻ്റെ സംസാര ശൈലിക്ക് മാറ്റം വരണം. എൻ്റെ ഇടപെടലുകൾക്ക് മാറ്റം വരണം. എൻ്റെ പ്രവർത്തന ശൈലിയിൽ മാറ്റം വരണം. എനിക്കെതിരായി ഉയരുന്ന എല്ലാ വിരോധമായ ആയുധങ്ങളെയും തടുക്കാൻ തക്ക നിലവാരത്തിൽ എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കണം. ഹല്ലേലൂയ. അതിന് വചനം വായിക്കണം. എത്ര പേര് വചനം വായിച്ചെന്ന് വെച്ചാൽ അറിയത്തില്ല. 1 മണിക്കൂർ പ്രാർത്ഥിച്ച കൈവയ്ക്കട്ടെ. 21 ദിവസവും 1 മണിക്കൂർ വെച്ച് പ്രാർത്ഥിച്ചവർ ഒക്കണ്ട. പാസ്റ്റർ പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണ്ട. അരമണിക്കൂർ പ്രാർത്ഥിച്ചവർ 10 മിനിറ്റ് ഇതൊന്നും വേറൊന്നുമല്ല. ഉപവാസത്തിനകത്തെ റിസൾട്ട് വെളിപ്പെടണം. ഉപവാസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? വചനം വായിക്കുക,
പ്രാർത്ഥിക്കുക, ധ്യാനിക്കുക. ഇതാണ് ഉപവാസം. ഇതിനകത്ത് വെളിപ്പെടുന്നതാണ് ദൈവശക്തി. ഹല്ലേലൂയ. എൻ്റെ ഓഫീസിനകത്ത് ഇന്ന് എല്ലാവർക്കും ഞാൻ പാസ്റ്ററാണ്. ഞാൻ ഇന്ന് അവിടെ ചെന്നിട്ട് ഒരു ബീഡി വാങ്ങിച്ച് വലിച്ചാൽ രക്ഷിക്കപ്പെടാത്തവൻ ചോദിക്കും, നീ ഒരു പാസ്റ്ററാണ്. ഒരു പ്രാവശ്യം എൻ്റെ ഓഫീസിനകത്ത് ഞാൻ പറയാൻ പറ്റാത്തൊരു വാക്ക് ബെന്നി പാസ്റ്റർ പറഞ്ഞപ്പോൾ എൻ്റെ തൊട്ടടുത്ത് നിന്നൊരു മുസ്ലിം സഹോദരൻ പെട്ടെന്ന് പ്രതികരിച്ച്, നിങ്ങളത് പറയരുത്, നിങ്ങൾ 10 പേർക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുന്നവനാണ്. അന്ന് ഞാൻ ഗുണപ്പെട്ടു. രക്ഷിക്കപ്പെട്ടതിൻ്റെ 2 ആഴ്ച കഴിയുമ്പോൾ വരെ ഞാൻ ചീട്ട് കളിക്കുമായിരുന്നു. എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന റെജി എബ്രഹാം എന്ന് പറയുന്ന ഒരു ഓർത്തഡോക്സുകാരൻ എന്നോട് മിണ്ടത്തില്ല. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാം, ഉച്ചയ്ക്ക് കളി കഴിഞ്ഞ് ഓഫീസിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഒരു ബന്ധക്കോസുകാരനെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ബന്ധക്കോസുകാർ ഈ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ചീട്ട് കളിക്കൂ? അവൻ എന്നോട് നേരിട്ട് പറയാൻ വയ്യ, പക്ഷെ ഫോണിൽ കൂടി മറ്റവനോട് ചോദിക്കുകയാണ്. ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. അന്ന് നിർത്തി പരിപാടി. സ്തോത്രം. കാരണം റജിക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കാരണം എന്നെ നേരെയാക്കാൻ പലരെയും ദൈവം ഉപയോഗിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് 11 വർഷമായി എൻ്റെ കൈ വിറയ്ക്കുന്നില്ല, കാല് വിറയ്ക്കുന്നില്ല. 3 കുപ്പി അടിച്ചവനാണ്, 10 പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്നവനാണ്. എൻ്റെ കൈ വിറയ്ക്കുന്നില്ല. അബേലൊക്കെ ചെന്ന് കിടുകിടാ വിറയ്ക്കും. ഇതൊരു വിറയലുമില്ല. 48 വയസ്സായി. സ്തോത്രം. വിറയ്ക്കാത്തതിൻ്റെ കാരണം അറിയാമോ? ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഒരു പുണ്യാക രക്തം എൻ്റെ അകത്ത് വ്യാപരിക്കുന്നു. അതെന്റെ സർവശക്തനായ യേശുക്രിസ്തുവിന്റെ രക്തമാണ്. വീട്ടിൽ പോകാന്ന് പറഞ്ഞുകൊണ്ടല്ല വന്നത്. ഈ ഓടാനവട്ടത്ത് വെച്ച് തല പോകേണ്ടി വന്നാലും ഞാൻ വിളിച്ചു പറയും, യേശുവാണ് ഈ ലോകത്തിലെ ഏക ദൈവം. ആർക്കെങ്കിലും തെളിയിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കാതിരിക്കുക. യേശുവാണ് ദൈവം. 10 രൂപയ്ക്ക് വേണ്ടി അച്ചാച്ചനോട് കൊഞ്ചരുത്. ഈ പണവും പദവിയൊക്കെ വരും പോകും. പക്ഷെ കൃപ വന്നിട്ട് പോയാൽ, അകത്തിരിക്കുന്ന സാധനം പോയാൽ പിന്നെ തിരിച്ചു കിട്ടത്തില്ല. അത് മുത്തൂറ്റ് ബാങ്കിൽ പോയി തിരിച്ചു ചോദിച്ചാൽ കിട്ടത്തില്ല. പണയം വെച്ച സാധനം പലിശ പൈസ കൊടുത്താൽ തിരിച്ചു കിട്ടും. പക്ഷെ നിന്റെ അകത്ത് വന്ന പരിശുദ്ധാത്മാവിനെ ഒരിക്കൽ പോയാൽ പിന്നെ തിരിച്ചു വരത്തില്ല. നീ എത്ര കുളത്തിലും ആറ്റിലും കുളിച്ചാലും അത് തിരിച്ചു വരത്തില്ല. നിന്റെ അകത്ത് യഥാർത്ഥ ക്രൂശീകരണം ഇന്ന് രാത്രി സംഭവിക്കണം. യേശുവുമായിട്ട് നിനക്കൊരു എൻകൗണ്ടർ ഉണ്ടായിരിക്കണം. യേശുവുമായി നിനക്ക് വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടായിരിക്കണം. അതും കൊണ്ട് ഇന്ന് രാത്രി ഇവിടുന്ന് പോകാവൂ. അടുത്ത ആഴ്ച ഇവിടെ വരുമ്പോൾ കാണണം. കാരണം സഭ ഇന്ന് ഇവിടെ നിൽക്കാൻ പോകുന്നില്ല. സഭ ഇവിടെ നിന്ന് മാറി ടെന്റിലേക്ക് കയറാൻ പോവുകയാണ്. സഭയ്ക്കകത്ത് ഞാൻ 5000 പേരെ കൊടുക്കുകയാണ്. ഇനി ആർക്കെങ്കിലും തൻ്റെ അവിടെ കയറ്റിപ്പറ. ലോഗോസ് ചർച്ചിനകത്ത് 5000 പേരെ കൂട്ടിവരുത്തും. ഇവിടത്തെ പള്ളുപറ 18 ജാതിക്കാരും ഇതിനകത്ത് വന്നിരുന്ന് മുങ്ങും, പൊങ്ങും, തുള്ളിച്ചാടും, ആരാധിക്കും. ഈ ഓടാരവട്ടത്തിനകത്ത് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കും. ഈ പട്ടണത്തെ ഞങ്ങൾ പിടിക്കും. ഈ ദേശത്തെ ഞങ്ങൾ പിടിച്ചടക്കും. ഹല്ലേലൂയ. പാസ്റ്റർ 5000 പേര് 5000 പേര് കുറച്ചൊരു പരിപാടി ഇല്ലെന്ന്. കാരണം ദൂതം 3-5 പ്രാവശ്യം എണ്ണ അടി ഇങ്ങനെ അളക്കുന്നതും കേട്ട് ഒരു പ്രാവശ്യം അളന്ന് വിട്ടാൽ പോരെ. ഓരോ പ്രാവശ്യം 1000 മുഴം അളേടാന്ന് പറയാൻ കേട്ട്. ഇവിടെ പലർക്കും ഈ ഗബ്രിയേലിനും മികായേലിനും മാത്രമേ അറിയാവൂ. 35 വർഷം കൊണ്ട് ഈ 2 ദൂതന്മാരെ അറിയാവൂ. ഈ റഘുവേലിന് അറിയത്തില്ല, ഋതുവേലിന് അറിയത്തില്ല, ഉരിയേലിന് അറിയത്തില്ല. ഇവരൊക്കെ ആരെന്ന് ചോദിച്ചാൽ അവരും ചോദിക്കും ആരെന്ന് എനിക്കും അറിയത്തില്ലെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഞാനും ബൈബിൾ കോളേജ് ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ട് താബോറിൽ. സ്തോത്രം. വൈകുന്നേരങ്ങളിൽ പോയി ജോലി കഴിഞ്ഞിട്ട് പോകുമ്പോൾ പലരും ചോദിക്കും നിനക്ക് വട്ടാണല്ലേ? ഞാൻ പറഞ്ഞു വട്ടാണ്. കാരണം ഈ തിരുവനന്തപുരം തമ്പാനിൽ നിൽക്കുന്ന വട്ട് പിടിച്ചവൻ്റെ അടുത്ത് ചോദിക്കാൻ ട്രെയിൻ പോയോ വന്നോ എന്നൊക്കെ ചോദിച്ചാൽ അവൻ പറയും ഇതൊന്നും എനിക്കറിയത്തില്ല, ഞാൻ വേഗം ഒരു മണ്ഡലത്തിലാണ്. കാരണം കെ വന്നാലെന്ത്, ജനശബ്ദത്തിൽ പോയാലെന്ത്. കാരണം അവന് ഈ ലോകവുമായി ഒരു ബന്ധമില്ല, അവൻ വേറൊരു മണ്ഡലത്തിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു ഫ്ലൈറ്റിന് പോകാൻ ഒരു റൺവേ വേണം. പക്ഷേ ഈ മറ്റേ മിസൈലുണ്ടല്ലോ നമ്മൾ VSS വിടുന്ന, അതിന് പോകാൻ റൺവേ വേണ്ട. നിൽക്കുന്ന നിപ്പിൽ അടുത്ത ഗ്രഹത്തിലെത്തും. സ്വത്രം പറഞ്ഞില്ലല്ലോ. ഇത് ദൈവസഭ ഇനി അങ്ങനെ പോകാൻ പോകുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ പോകാൻ പോകാൻ എന്നുമേകെ വന്നിടും എൻ്റെ പ്രിയ നായക, നിന്നെ കാണാൻ ആശയേറുന്നേ. സ്വർലോകവാസമോർക്കുമ്പോൾ പ്രിയൻ ചാരെ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. എന്നുമേകെ വന്നിടും എൻ്റെ പ്രാണനായക, നിന്നെ കാണാൻ ആശയേറുന്നേ. സ്വർലോകവാസമോർക്കുമ്പോൾ പ്രിയൻ
ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. ഓ സ്വർലോകവാസമോർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. ഈ ലോകവെയിലേറ്റതാൽ വാടി തളർന്നീടിലും തന്റെ കാന്ത എത്ര സുന്ദരി. ഈ ലോകവെയിലേറ്റതാൽ വാടി തളർന്നീടിലും തന്റെ കാന്ത എത്ര സുന്ദരി. കേദാര കൂടാരങ്ങളിൽ സോളമൻ തിരശിലകളെ വെല്ലുന്നതും ശോഭയുള്ളവർ. കേദാര കൂടാരങ്ങളെ സോളമൻ തിരശിലകൾ വെല്ലുന്നതും ശോഭയുള്ളവർ. ആമേൻ. എന്നുമേകെ വന്നിടും എന്റെ പ്രാണനായക, നിന്നെ കാണാനാശയേറുന്നേ. സ്വർലോകവാസമോർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. ആമേൻ. സ്വർലോകവാസമോർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. ഓ കണ്ണീരില്ല നാടതിൽ, ശോകമില്ല വീടതിൽ, എന്നു വന്നു ചേർത്തിടും പ്രിയ. കണ്ണീരില്ല നാടതിൽ, ശോകമില്ല വീടതിൽ, എന്നു വന്നു ചേർത്തിടും പ്രിയ. നിന്നെ കാണാനാത്തിയ കാത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ എന്തു താമസം. നിന്നെ കാണാനാത്തിയ കാത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ എന്തു താമസം. എന്നുമേകെ വന്നിടും എന്റെ പ്രാണനായ യേശുവേ, നിന്നെ കാണാനാശയേറുന്നേ. ആത്മാവിന്റെ വിശ്വാസത്തോടെ പാടിയാട്ടെ. സ്വർലോകവാസമോർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. 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 ഹല്ലേലൂയ. പഴയ പാട്ടുകൾ പാടണം. പഴയ പാട്ടിന് ജീവനുണ്ടെന്ന്. ജീവനുണ്ടോ ഇല്ലയോ? എൻ്റെ അമ്മയുടെ ഡെഡ് ബോഡി കിടക്കുകയായിരുന്നു. അമ്മ രക്ഷിക്കപ്പെട്ട് സാധനപ്പെട്ടു, ഡെഡ് ബോഡി കിടക്കുന്നു. സഭാടക്കിന് വന്ന പാസ്റ്ററിൻ്റെ ഇടുപ്പിൽ എൻ്റെ അനിയൻ്റെ കത്തി. അമ്മ 10 മിനിറ്റ് വെച്ച് തീർത്തോണം. ഞാൻ വിറക്കുകയാണ്. കാരണം എൻ്റെ അനിയൻ പറഞ്ഞ് 5 മിനിറ്റ് അവന് സംസാരിക്കാൻ കൊടുക്കാം. സ്വത്രം പറഞ്ഞില്ലല്ലോ, സ്വത്രം പറഞ്ഞില്ല. എൻ്റെ അമ്മയുടെ ഡെഡ് ബോഡി മൂത്ത മകനെ എനിക്ക് 5 മിനിറ്റ് കാണാൻ എൻ്റെ അനിയൻ്റെ ഒരു ഔദാര്യം. നിംസിൻ്റെ ഡയറക്ടർ ഫൈസൽ ഖാൻ, ആരാണ്? തിരുവനന്തപുരം നിംസ് ഹോസ്പിറ്റലിൻ്റെ എൻ്റെ കൂട്ടുകാരൻ ഫൈസൽ ഖാൻ വന്ന് നിൽക്കുകയാണ്. IPS ഓഫീസേഴ്സ് ഉണ്ട്, IAS ഓഫീസേഴ്സ് ഉണ്ട്, മന്ത്രിമാരുണ്ട്, XMLA-മാരുണ്ട്, ഇവരെല്ലാം നിൽക്കുകയാണ്. അവിടെ നിൽക്കുമ്പോഴത്തേക്ക് എൻ്റെ അമ്മയെ നോക്കിയിട്ട്, ലോകമാം ഗംഭീരവാരിധിയിൽ വിശ്വാസ കപ്പലിലോടിയിട്ട് വീടുണ്ടൊന്നാവിടയെത്തി കർത്തനോടു കൂടെ വിശ്രമിപ്പാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വെച്ച്. ഇത് പാടിയിട്ട് മൈക്ക് കൈ കൊടുത്തിട്ട് ഞാൻ മര്യാദയ്ക്ക് ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരുന്നു. സ്വന്തം മാതാവിനെ അവിടെ വെച്ച് കാണാം എന്ന പ്രത്യാശ എനിക്ക് ലഭിച്ചത് യേശുവിലൂടെയാണ്. ഈ ലോകത്തിലെ ഒരു ഭരണ സംവിധാനങ്ങളോ അല്ല എന്നെ രക്ഷപ്പെടുത്തിയത് യേശു മാത്രമാണ്. ഇളകുന്ന ലോകവും ഇളകാത്ത രാജ്യവും, ദ ഷേക്കൻ വേർഡ് ആൻഡ് ദ അൺഷേക്കൻ കിങ്ഡം. ഇളകുന്ന ലോകവും ഇളകാത്ത രാജ്യവും. ഈ ലോകം നശിക്കും, ഈ ലോകം ഇളകും. ഇളകാത്ത ഒരു രാജ്യത്തിൻ്റെ അവകാശിയായി ഞാനും നീ മാറണമെങ്കിൽ യഥാർത്ഥ ക്രൂശീകരണം എൻ്റെയും നിന്റെ അകത്ത് ഇന്ന് രാത്രി സംഭവിക്കണം.
ഒരു സാധാരണ ഉപവാസം കഴിഞ്ഞ് പോകുന്നവനായിട്ടോ പോകുന്നവളായിട്ടോ ഒരിക്കലും നിങ്ങളും ഞാൻ മാറിപ്പോകരുത്. യഥാർത്ഥ യേശുവിനെ സ്പർശിച്ച് അവനെ അനുഭവിച്ച് അവനെ രുചിച്ചറിഞ്ഞ് അവന്റെ ടേസ്റ്റ് മനസ്സിലാക്കി അവന് വേണ്ടി മാത്രം ജീവിപ്പാൻ ഒരു കൂട്ടം ഇന്ന് ഇതിനകത്തുനിന്ന് പുറത്തു വരണം. എന്റെ സഹോദരങ്ങൾ പറഞ്ഞു, അണ്ണാ അപ്പന്റെ ജോലി ലഭിച്ചതല്ലേ, നീ എന്തിനാ ജോലി കളയുന്നത്? ഞാൻ പറഞ്ഞു, അതിനേക്കാൾ വലുതൊരുത്തനെ ഞാൻ കണ്ടു. ഇന്ന് അവനെ വിട്ടു പിരിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയത്തില്ല. കാരണം അത്രയ്ക്ക് സ്നേഹമായി എൻ്റെ യേശുവിനോട്. എനിക്ക് മീറ്റിംഗ് ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും എൻ്റെ അപ്പനോട് ഇരിക്കാൻ 132 കോടി ജനത്തിൻ്റെ ഒത്താശ വേണ്ട. ഞാനും എൻ്റെ പ്രാർത്ഥനാ മുറിയും എൻ്റെ അപ്പനും ഉണ്ടെങ്കിൽ അവിടെ എനിക്ക് സ്വർഗം ഇറങ്ങി വരും. ഹല്ലേലൂയ. 40 രാജ്യത്തിൽ പ്രസംഗിച്ചത് കൊണ്ട് സ്വർഗം കിട്ടണമെന്നില്ല. ഞാൻ പോയി യോർദാനിൽ നിൽക്കുന്ന മുങ്ങിയിട്ട് പൊങ്ങിയത് കൊണ്ട് സ്വർഗം കിട്ടണമെന്നില്ല. യേശുവിൻ്റെ കല്ലറ കുനിഞ്ഞു നോക്കിയത് കൊണ്ട് സ്വർഗം കിട്ടണമെന്നില്ല. നിന്റെ അകത്തെ മനുഷ്യനിൽ ഒരു മാറ്റം സംഭവിക്കണം. കൂട്ടു സഹോദരനെ സ്നേഹിക്കണം, കണ്ട കെട്ടിപ്പിടിക്കണം, ഉമ്മ കൊടുക്കണം, അവനെ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. പൈസ ഇല്ലെന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും ദൈവം ഇറക്കി തരുമെന്നല്ല പറയണ്ട, കയ്യിലിങ്ങനെ പൈസ എടുത്താൽ കൊടുക്കണം. കയ്യിലേ പൈസ ഉണ്ടെങ്കിൽ അതങ്ങ് അങ്ങ് എടുത്ത് കൊടുത്താൽ മതി. 1000 രൂപ കടം ചോദിച്ച് വരുമ്പോഴത്തേക്കും പ്രാർത്ഥിക്കാം സഹോദരി എന്നല്ല, ഒരു 1000 രൂപ അങ്ങ് എടുത്ത് കൊടുക്കണം. മനസ്സിലായില്ലേ? കുഷ്ഠരോഗിയെ കണ്ട് ഉമ്മ വെക്കണം. ഇതാണ് ഉപവാസം. ലെപ്രസി ബാധിച്ച നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലേക്ക് പൈസ മേടിക്കാൻ വരും. അങ്ങനെ വരുന്നതിന് മുമ്പ് കാണുമ്പോൾ ഞാനും ഇങ്ങനെ ദൂരെ നിന്ന് ഒരു 10 രൂപ നോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ചീച്ചി നമുക്കറിയത്തില്ലല്ലോ, ഫിറ്റായി കിടക്കില്ലേ, തലേ ദിവസം വന്ന് അടിച്ച് കോഞ്ഞാട്ടായിട്ടല്ലേ കിടക്കുന്നത്. ഇവൻ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ അവൻ്റെ ബുക്കിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കും. എന്നാ പിടിച്ചോ. എന്നിട്ട് ഞാൻ അങ്ങ് രാവിലെ അഴിച്ച് കുളിച്ച് നേരിയതൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ ആൾക്കാരൊക്കെ എന്നെ നോക്കി അന്തം വിടും. കാരണം തലേ ദിവസം മറ്റേ കൊഴുവ മീനും തലയിൽ വെച്ചുകൊണ്ടാണ് വരുന്നത്, അടിച്ചെന്ന്. പക്ഷെ പിറ്റേ ദിവസം പോകുന്നത് നേരിയതൊക്കെ ഇട്ടങ്ങ് തൊഴാൻ പോകുക. എവിടെ ഒരു തേങ്ങ എടുത്ത് എറിഞ്ഞതാ, തേങ്ങ പൊട്ടാതെ നെഞ്ചിൽ ഒന്ന് അടിച്ചു. അന്ന് മനസ്സിലായി ഇത് നമ്മളെ തിരിച്ചടിക്കുന്ന സാധനം, നിർത്താം. ഹല്ലേലൂയ. രാവിലെ നേരിയത് കൊടുത്ത് നല്ല ബ്രാഹ്മണനെ പോലെ ചെന്ന് തേങ്ങ ഉടയ്ക്കാൻ പോയി. അടിച്ച തേങ്ങ തിരിച്ച് നെഞ്ചിലടിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അടിച്ചാൽ ഞാൻ തിരിച്ചടിക്കുന്ന ദൈവമാണ്. സ്തോത്രം. പക്ഷെ അടിച്ചാൽ തിരിച്ചടിക്കാത്തൊരു ദൈവമുണ്ട്, അതെന്റെ യേശുവാണ്. അവൻ തിരിച്ചടിക്കത്തില്ല, വിളിച്ച് മാറോട് ചേർത്ത് അവന്റെ സ്നേഹം നിനക്ക് പകർന്നു തരും. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. യഥാർത്ഥ ക്രൂശീകരണം ഇന്ന് രാത്രി സംഭവിക്കണം. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിനകത്ത് ഒരു ആത്മീയ ഉത്താരണം ഉണ്ടായിരിക്കണം. വാട്ട് ഈസ് എ ക്രിസ്ത്യൻ ലൈഫ്? നേരായ പാതയിൽ നടക്കാനാണ് ക്രിസ്തീയ ജീവിതത്തിൽ നിന്നെ വിളിച്ചിരിക്കുന്നത്. അവനോടുള്ള കൂട്ടായ്മ. ഏത് കൂട്ടായ്മ? കഷ്ടങ്ങളുടെ കൂട്ടായ്മ ആചരിപ്പാനാണ് അദ്ദേഹം വിളിച്ചിരിക്കുന്നത്. അതാ ഫിലിപ്പിയ ലേഖനത്തിനോട് പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നത്. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും അവൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് സന്തോഷിക്കുവാൻ കാരണമായതെന്തെന്ന് ചോദിച്ചാൽ അവന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. ഇന്ന് പുതിയ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ കഷ്ടതയൊന്നുമില്ലെന്ന്, ഒന്നുമില്ല. കയറി 3-ാം ദിവസം റോളക്സിന്റെ വാച്ച് കൈ കിട്ടണം. ഞാൻ OLX എന്നൊക്കെ 375 വാച്ച് കിട്ടും. ഇതേപോലത്തെ എന്നെ വില ഇട്ടിരിക്കുന്ന എത്ര തരാം? ഈ വാച്ചിന് എന്ത് വിലയായിരിക്കും പാസ്റ്റേ? ഒരു 30,000 രൂപ മതി, വിട്ടോളാൻ പറയും. 2 പൂജ്യം കുറവാണ്, 300 രൂപയുടെ വാച്ചാണ്. സ്വന്തം 7 ദിർഹം 8 ദിർഹത്തിനൊക്കെ അവിടെ ചെന്ന് മേടിക്കുന്ന സാധനമാണ്. പക്ഷെ നമ്മുടെ റേഞ്ച് അതാണ്. ഏത് നമ്മൾ ഇനി ഇല്ലെന്ന് പറഞ്ഞാലും അവൻ പറയും, പാസ്റ്റർ എന്നോട് പറയണ്ട, 30,000 രൂപയുടെ വാച്ചാണ് കെട്ടിയിരിക്കുന്നത്. സ്വത്രം. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും വാച്ച് 300 രൂപയുടെ വാച്ചിൻ്റെ പിന്ന് പൊട്ടിപ്പോയി. ഇത് മാറ്റാൻ ഞാൻ നേരെ പോയി ലുലുവിൽ ചോദിച്ചപ്പോഴത്തേക്കും 10 ദിർഹം, ഇവിടുത്തെ 180. ഇവിടെ 1 രൂപ തീരും. ഞാൻ കെട്ടാതെ ഇവിടെ വന്ന് ഇവിടെ മാറ്റിയത്. എടാ, ഇന്ത്യയിൽ കിട്ടാത്ത സാധനമാണ് ദുബായിൽ. ഇന്ത്യയിൽ സ്വന്തം അച്ഛൻ അതേപോലെ കിട്ടും. അച്ഛന് ആ സംവിധാനമുള്ള രാജ്യത്തിനകത്ത് ഞാൻ താമസിക്കുന്നത്. നിൽക്കണ നിപ്പിനെ ട്വിസ്റ്റ് ചെയ്ത് കളയും, നിൽക്കണ നിപ്പിന് ഉടുപ്പ് മാറിക്കളയും. ഇതുപോലെയാണ് വിശ്വാസികൾ. നിന്നിട്ട് ബദറെ പ്രൈസ് ദി ലോർഡ് എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവനെ കാണത്തില്ല. ഇവൻ ബസ്സിൽ നിന്ന് പാസ്റ്റർ വിളിക്കുന്നു, ഇവൻ അടുത്ത ബസ്സിൽ കൊല്ലത്തെത്തി. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലായി ഇവന്റെ അഭിഷേകം ഏതാണെന്ന് നോക്കണം. ഇവനെ തിരിച്ചു പിടിച്ച് കൊണ്ടുവന്ന് ഒരു നല്ല കുളത്തിലിട്ട് മുക്കണം. കലക്ക വെള്ളത്തിൽ എവിടെ മുക്കിയതാണ് ആരോ. ഇവനെ തിരിച്ച് പിന്നെ നമ്മൾ വിളിച്ചോണ്ടാണ്, വിളിച്ച് നല്ല വെള്ളത്തിലിട്ട് മുക്കണം. കഴിഞ്ഞ പ്രാവശ്യം യോർദാനിൽ പോയവർ പറയാണ്, പാസ്റ്റർ ഞാൻ മുങ്ങിയതാണ്, പക്ഷേ എനിക്ക് ഇവിടെ ഒന്ന് മുങ്ങാൻ താല്പര്യം. നിന്റെ ഒരു മുങ്ങൽക്കം തന്നെ എനിക്ക് പിടിച്ചിട്ടില്ല, പിന്നെയാണ് നിന്റെ അടുത്ത മുങ്ങന്. സ്തോത്രം. പലരും അങ്ങ് പോകും, അടുത്ത ദേശം കാണും. എവിടെ പോകുന്നു? യോർദാനിൽ 90 വയസ്സായി, ആർക്കും 5 പൈസ നന്മ ചെയ്തിട്ടില്ല. 85,000 രൂപയും കൊടുത്ത് ട്രാവൽ ഏജൻസി നേരെ പോയി. എവിടെ പോകണം? അടുത്ത ദേശം കാണാൻ. എൻ്റെ അടുത്തൊന്ന് പറയാണ്, ഞാൻ പോയപ്പോൾ ഗലീലയിൽ കൂടി പോയപ്പോഴത്തേക്ക് ആ ഗദസമന തോട്ടത്തിൽ കൂടി ചെന്നപ്പോൾ എൻ്റെ കാലിലൊരു മുള്ളുകൊണ്ട്, ഒറ്റ മുള്ളുകൊണ്ട്. ഞാൻ അപ്പോഴാലോചിച്ച്, യേശുവിൻ്റെ ദേഹത്ത് എത്ര മുള്ള്, നിങ്ങളെ ഒരു മുള്ളാണ്. സ്തോത്രം. ഉപവസിക്കത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, ദാനകർമ്മം ചെയ്യത്തില്ല, നന്മ പറയത്തില്ല. പാസ്റ്റർ എപ്പോഴും അങ്ങ് കുറ്റം പറയും. ഇവർ പോയി യേശുവിൻ്റെ കല്ലറ കണ്ടിട്ടെന്ന് പറയും, എന്നാ ചന്തമെന്നറിയാമോ കല്ലറ, എന്നാ രസം, പാസ്റ്റർ പോയി കാണണം. ഇതൊന്നും കണ്ടെന്നു സ്വർഗത്തിലെത്തത്തില്ല. കച്ചത്ത് ബൈബിൾ ഇരുന്നുകൊണ്ട് വീട്ടിൽ 30 ബൈബിൾ ഇരുന്നുകൊണ്ട് സ്വർഗത്തിലെത്തത്തില്ല. മാസം 3000 ദശാംശം കൊടുക്കുന്നത് സ്വർഗത്തിലെത്തത്തില്ല. സ്വർഗത്തിലെത്തണമെങ്കിൽ നിന്റെ സൽപ്രവൃത്തികളിലൂടെ, ഞാൻ സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണനായിരിക്കും. ഞാൻ സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും. ഇത് ചിലപ്പോൾ അങ്ങ് ദഹിക്കത്തില്ല കേട്ടോ. ദഹിക്കത്തില്ല. കാരണം ചോറിൻ്റെ കൂട്ടത്തിൽ മീൻ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ മോരൊഴിക്കും പോലെയാണ്. അങ്ങനെ തിരുവനന്തപുരം സ്തോത്രം പറഞ്ഞില്ലല്ലോ. കാരണം ഇതിങ്ങനെ അടിച്ചു കയറി പോകാൻ ഇവിടെ പൊത്തങ്ങിറങ്ങും. കാരണം ഇത് പണ്ട് ഈ ഷുഗർ പേഷ്യൻ്റ് ഉണ്ടല്ലോ, ഷുഗർ പേഷ്യൻ്റ് ഇവിടെ ആരും ഇല്ല. ഇവിടെ അഥവാ ഷുഗർ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അതിന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ പൊട്ടട്ടെ, അങ്ങ് തീരട്ടെ അത്. കാരണം അതുണ്ടാകാൻ പാടില്ല. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, BP ഇതൊന്നും ഇവിടെ ഉണ്ടാകരുത്. BP ഗുളിക കഴിക്കാനായിട്ട് ഞാൻ പോയി. ഒരു ഗുളിക കഴിച്ചപ്പോൾ ഡോക്ടർ 2ാം പ്രാവശ്യം പോയി 2 ഗുളിക തരാമെന്ന്. ഒരു MG കോളേജിൻ്റെ ഫ്രണ്ടിൽ വെച്ച് പാസ്റ്ററെ കണ്ടു. പാസ്റ്ററെ എനിക്ക് BP ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഗുളിക എടുക്കാൻ പറഞ്ഞു. ഞാൻ വണ്ടിയിൽ നിന്ന് ഗുളിക എടുത്തു, ഒറ്റ ചവിട്ട് പൊട്ടിച്ച്. എന്നിട്ട് പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ BP ഭൂമിക്ക് അടിയിലോട്ട് താത്തിടുകയാണെന്ന് പറഞ്ഞു. ഇന്ന് 1.5 വർഷം ഇതിരിക്കും BP ഗുളിക കഴിച്ചു. ഇന്ന് വരെ ആരോടും ദേഷ്യപ്പെട്ടിട്ടില്ല. അത് കഴിക്കുമ്പോഴൊക്കെ എല്ലാവരോടും ദേഷ്യപ്പെടും. ഈ കണ്ണാടി വെച്ചാലേ പിന്നെ ജന്മത്തിൽ ഇത് ഊരാൻ പറ്റത്തില്ല. അങ്ങനെ ഊരിയവരാരും കൊണ്ട് പറഞ്ഞാൽ ഞാൻ അവരെ വീട്ടിൽ ചെന്നിരിക്കാം. ഇതുപോലെയാണ് BP ഗുളിക കഴിച്ചാൽ. BP ഗുളിക കഴിച്ചാൽ കിഡ്നിയെ ബാധിക്കും. പിന്നെ അതെന്ത് ചെയ്യും? കൊളസ്ട്രോൾ ആകും, ഷുഗർ ആകും. ഷുഗറിൻ്റെ ചേട്ടനാണ് BP. സ്തോത്രം. ഇത് രണ്ടും റിലേറ്റഡ് ആണ്. ഇന്ന് രാത്രി അത് ഉണ്ടാകരുത്. നിന്റെ അകത്ത് വസിക്കുന്ന സകല രോഗബന്ധനങ്ങളും ഇന്ന് രാത്രി അഴിയണം. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു. ഞാൻ ഇനി ഒരിക്കലും ഇൻസുലിൻ എടുക്കത്തില്ല. ഞാൻ രോഗത്തിന് അടിമയല്ല. എന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന സകല രോഗബന്ധനങ്ങളും യേശുവിന്റെ രക്തത്താൽ ഇന്ന് രാത്രി അഴിഞ്ഞിരിക്കുന്നു. ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ കാരണം അറിയാമോ? എൻ്റെ രോഗം മാറിയതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഏത് രോഗത്തിൽ ജയിച്ചോ ആ രോഗത്തിലുള്ളവരെല്ലാം ഇവിടെ ജയിച്ചിരിക്കും. ഹല്ലേലൂയ. കാരണം നിന്റെ അധികാരത്തെ നീ എടുത്ത് ഉപയോഗിക്കണം. നിന്നെ വിളിച്ചത് എന്തിനാണെന്ന് തീരുമാനിക്കണം. ഈ ഇളകുന്ന ലോകത്തിൽ ജീവിക്കുമ്പോൾ നിന്റെ അകത്ത് ഒരിക്കലും ഇളകാത്ത രാജ്യത്തെക്കുറിച്ചൊരു സ്വപ്നമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. 21 കഴിഞ്ഞിറങ്ങുമ്പോൾ നിന്റെ അകത്ത് എന്ത് വസിക്കണം? യേശുവിനെ വസിക്കണം. ഷുഗർ പേഷ്യന്റ്, അദ്ദേഹത്തിന് ആവശ്യമുള്ള എന്താണ്? ആരെങ്കിലും പെട്ടെന്ന് പറഞ്ഞാട്ടെ. ഷുഗർ പേഷ്യന്റ് ആവശ്യം ഗുളിക. അവൻ ആവശ്യം ജിലേബിയാണല്ലേ? ആണോ? അവൻ ആവശ്യം പാവയ്ക്ക ജ്യൂസാണ്. ഷുഗർ പേഷ്യൻ്റ് ആരെ കൊണ്ട് നോക്കിയോ? പാവയ്ക്ക ജ്യൂസാണ്. പക്ഷെ അടുത്ത വീട്ടിലുള്ള രാധാകൃഷ്ണൻ കൊണ്ടുവന്നതിന് ഡെയിലി 5 ജിലേബി കൊടുക്കുകയാണെങ്കിൽ എന്തിനാണ്? രാധാകൃഷ്ണൻ എന്നും രാവിലെ 10 മണിക്ക് ഭാര്യ മീൻ വാങ്ങിക്കാൻ പോകുമ്പോൾ, അച്ചായ തമാശ, ഇത് 5 ജിലേബി ഉണ്ട്, പെട്ടെന്ന് അവൾ വരുന്നുമ്പേ കഴിക്കണം. ഭാര്യ വീട്ടിൽ പാവയ്ക്ക വാങ്ങിക്കാൻ പോയിരിക്കുകയാണ്. ഈ 5 ജിലേബി നിന്നെ കൊണ്ട് തരുന്നതിനെ നിന്നെ കൊല്ലാനാണ്. നിന്നെ കൊന്ന് നിന്നെ സമയാമൻ രഥത്തിൽ പാട്ടുപാടാനാണ് കൊണ്ടുവരുന്നത്. പക്ഷെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് പാവയ്ക്ക ജ്യൂസ് തരുന്നത് എന്തെന്നറിയാമോ? നീ ജീവനോടെ ഇരിക്കാനാണ്. പുറത്തുനിന്ന് വരുന്നവൻ നിനക്ക് തരുന്നത് ജിലേബിയാണ്, നീ ചാകാനാണ്. പക്ഷെ അകത്തിരിക്കുന്ന ദൈവദാസനുണ്ടല്ലോ, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിയോഗിക്കപ്പെട്ട ദൈവദാസൻ, അവൻ നിന്നെ കയറ്റുമ്പോ മനസ്സിലായിക്കൊണ്ട് നീ ജീവനോടെ ഇരിക്കാനാ. ഗ്ലോറി. സഭയില്ലാത്തവൻ വന്ന് നിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകും. അത് കേട്ടോണ്ട് അവനെ പുറകെ പോകരുത്. ഇതൊരു ഇടയന്മാരുണ്ട്, ദൈവം ആക്കി വെച്ച അപ്പോസ്തലന്മാരുണ്ടെന്ന്. 10 എണ്ണത്തിന് പോറ്റാൻ കഴിവുണ്ട്.
കുമ്പനാട് ബൈബിൾ കോളേജിൽ നിന്ന് വർഷാവർഷം അടവെച്ച് വിരിച്ചിരിക്കുന്ന കുറേ എണ്ണം ഉണ്ട്. ഇറങ്ങുന്ന സമയത്ത് രാജു പൂവക്കല പാസ്റ്ററോട് ഞാൻ ചോദിച്ചു, പാസ്റ്ററെ ഇവിടുന്ന് 1000 പേര് ഇറങ്ങിയ 50 പേര് ഗുണപ്പെടും അനിൽ പാസ്റ്ററെ, ബാക്കി എനിക്ക് വേറെ ഒന്നും കൊണ്ട് പറയുന്നല്ല. ദൈവത്തിന് എരിവുള്ളവരായിട്ട് നിൽക്കണമെങ്കിൽ നോക്കിക്കോണേ, ജാതിയിൽ നിന്നും ഒരുവനെ പുറത്തെടുത്തു ദൈവം. ഞാൻ ഒരു ബൈബിൾ കോളേജ് പഠിച്ചിട്ടില്ല, പക്ഷെ ദൈവം എന്നെ പഠിപ്പിച്ചു, ദൈവത്തിന് വേണ്ടി നിലകൊള്ളാൻ പഠിപ്പിച്ചു. അനേകം അതർ കാസ്റ്റിലുള്ളവരെ ഇന്ന് പാസ്റ്റർ സ്ഥാനപ്പെടുത്താൻ പറ്റി. എൻ്റെ സഭയ്ക്കകത്തുള്ളത് രാധാകൃഷ്ണൻ നായർ, താമരാക്ഷൻ നായർ, സുരേന്ദ്രൻ നായർ, ഇവരൊക്കെയാണ് ഉള്ളത്. എല്ലാം നയസ് ടീമുകളാണ്. ഇതൊക്കെ പറയുന്നതിൽ ഒരു കുഴപ്പമില്ല, തല പോട്ടെന്നേ. എൻ്റെ ജീവിച്ചിരുന്ന 365 ദിവസം ഒരു യജമാനൻ്റെ വീട്ടിലെ കഴുതയായിട്ട് ജീവിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ ഒരു ദിവസം അലറിക്കൊണ്ടങ്ങ് പോണത്. ഏത് അടുത്ത തലമുറ നമ്മളെ വാച്ച് ചെയ്യും, മനസ്സിലായില്ലേ? ലണ്ടൻ പട്ടണത്തിൽ DL മോഡി നിൽക്കുമ്പോഴത്തേക്കും കോടി ജനത്തെ കണ്ടിട്ടും ഒരു പ്രകമ്പനം വന്നില്ല. അടുത്ത് നിന്ന് സംഘാടകൻ ചോദിച്ചു, ഇത്രയും ജനത്തെ കണ്ടിട്ട് താങ്കൾക്കൊരു രോമാഞ്ചം വരുന്നില്ലല്ലോ? ഞാൻ യേശുവിന് വരുവാനുള്ളൊരു ഷൂ ആണെന്ന്. ഞാൻ യേശുവിന് ഇവിടെ സഞ്ചരിക്കാനും ചലിക്കാനുമുള്ള ഒരു ഷൂ. ഞാൻ ഒന്നുമല്ലെന്ന്, ഞാൻ അവൻ്റെ പാദമാണ്, അല്ലാതെ ഞാനിവിടെ ആരുമല്ല. എൻ്റെ ശുശ്രൂഷ, എൻ്റെ സൗഖ്യം, എൻ്റെ സൗഖ്യം. ഒരാൾ കഷ്ടകാലത്തെ സൗഖ്യമായി കൊണ്ടു നിർത്തി TV യിൽ പറയിപ്പിക്കരുത്. ആ ആള് പിന്നീട് ഇങ്ങനെയാണ് ഞാൻ പോണ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, അണ്ണ കമ്പ് അവിടെ, കമ്പ് അവിടെ കളഞ്ഞു, അതും കിട്ടിയില്ല. നോസ്റ്റിക്ക് എൻ്റെ മരുമ മേടിച്ചെന്ന്. ഇപ്പൊ എങ്ങനെയാണ് പോണത്? എടാ, ദൈവം നിന്നെ തൊട്ടിട്ടുണ്ട്. യു ആർ എ സൈൻ, യു ആർ എ വണ്ടർ. ദാറ്റ്സ് യുവർ കോളിംഗ്, ദാറ്റ്സ് യുവർ അനോയിന്റിംഗ്. നിന്റെ വിളിയാണ് നിന്റെ അഭിഷേകം, നിന്റെ വിളിയാണ് നിന്റെ അഭിഷേകം. യു ആർ എ സൈൻ, യു ആർ എ വണ്ടർ. നീയേ ഒരു അതിശയം, നീയേ ഒരു അത്ഭുതം. എടാ, 132 കോടി ജനത്തിൽ നീ ഒരു അതിശയമാണെന്ന്. നിന്നെപ്പോലെ ഒരു ഫിംഗർ പ്രിന്റ് ഈ ലോകത്തിൽ ആർക്കുമില്ല. സാക്ഷ്യം പറയുമ്പോൾ നിന്നുകളരുത്. സാക്ഷ്യം പറയിപ്പിക്കുന്ന ആള് നിന്നെ കൊണ്ട് പറയിപ്പിച്ചാൽ അവന്റെ 8 രാജ്യം ഓപ്പണായി. നീ ഒരു ഗതിക്കും പരഗതിയില്ലാതെ തെക്ക് വടക്കാട്ടിങ്ങനെ നടക്കും. സ്വത്രം പറഞ്ഞില്ലല്ലോ. TV യിൽ പ്രസംഗിക്കുന്നതൊക്കെ നല്ലത് തന്നെ, നിങ്ങൾ പ്രസംഗിച്ചോ, നോ പ്രോബ്ലം. പക്ഷെ TV പ്രസംഗ സംഗമം ഒന്നും വെക്കരുത്. അങ്ങനെ ഒരു സംഗമം ബൈബിളിലില്ല. ബൈബിളിലില്ലാത്ത കാര്യം നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ കൊണ്ട് തല വെച്ച് കൊടുക്കരുത് റെയിൽവേ പാളത്തിൽ. സ്വത്രം. എന്നിട്ട് പിശാചിനെ കുറ്റം പറയരുത്. അത് അവരാരും അറിഞ്ഞിട്ടില്ല. 2009 ബെർണാഡ് ബ്ലെസ്സിങ് തിരുവനന്തപുരത്ത് വരുമ്പോൾ ഒരു കൂട്ടം തിരിച്ചു പോകുന്നു. അപ്പം ബെർണാഡ് ബ്ലെസ്സിങ് ചോദിച്ചു, ഞാൻ നിന്റെ ദേശത്ത് വരുമ്പോൾ നിങ്ങളൊക്കെ എങ്ങോട്ട് പോകണം? ഞങ്ങളെല്ലാം കൂടി ഹവായ് ബീച്ചിലേക്ക് പോയാണ് ഉത്സവം ആഘോഷിക്കാൻ. പിന്നെ ഞാൻ വരുമ്പോൾ നീ എതിരാളില്ലാതെ പോയാൽ അത് അവിടുത്തെ പാസ്റ്റർമാരെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ മീറ്റിംഗ് കലക്കിയത് മൊത്തം അവിടുത്തെ പാസ്റ്റർമാരാണ്. അതിൻ്റെ സംഘാടകനായിരുന്നു ഞാൻ, അതിൻ്റെ സംഘാടകനായിരുന്നു ഒരാളായിരുന്നു ഞാൻ. അന്ന് ഞാൻ അവിടെ നിൽക്കുമ്പോൾ എന്നെ നോക്കി പലരും, ഇവന് വട്ട്, ഇവൻ കല്ലേലിയൊക്കെ പറയുന്ന കേട്ട് എന്തുവാന്ന്. ഞാനും അദ്ദേഹം കൂടി ഞങ്ങളുടെ സഭയിൽ, ഇത് അപ്പോസ്തലിക് മിനിസ്ട്രീസ് ഇന്റർനാഷണലിൻ്റെ ഏരിയസ് പാസ്റ്ററിൻ്റെ സഭയിൽ ബെർണാഡ് ബ്ലെസ്സിങ് ഞാനും ഒരുമിച്ച് ശുശ്രൂഷിക്കാൻ ദൈവം കൃപ ഒരുക്കി. പരിഹസിച്ചവൻ ഇപ്പോഴും പുത്തിരിക്കണ്ടത്തിനുണ്ട്. ഞാൻ ഇവിടെ നിന്നു, മാറി നിന്നു. സ്തോത്രം. കാരണം ദൈവത്തിൻ്റെ പ്രവർത്തികളെ ചെയ്യാൻ ദൈവം വിളിച്ച് വേർതിരിച്ചാൽ അതിനു വേണ്ടി നിലനിൽക്കുന്ന ഒരു കുടുംബവും ഒരു സഭയുമായിരിക്കും നമ്മൾ. കാരണം ദൈവസഭയ്ക്കകത്ത് ഇച്ചിരി മുറിവ് വരും, പാസ്റ്റർ ചിലപ്പോൾ കുറ്റം പറയും. അത് കണ്ട് ഭയപ്പെടരുത്, ഭയപ്പെടരുത്. അത് നിന്നെ ഗുണപ്പെടുത്താൻ വേണ്ടിയാണ്, നീ നശിച്ചു പോകാതിരിക്കാൻ. അടുത്തവൻ ജിലേബി വാങ്ങിച്ചെന്നാൽ സൂക്ഷിച്ചോണം, ഇന്ന് തീരുമാനിച്ചോണം. അത് നിന്നെ കൊല്ലാനാണ്. ഇവിടുത്തെ പാവയ്ക്ക ജ്യൂസാണ് ഏറ്റവും നല്ലത്. ഈ 21 ദിവസത്തിന് ഗുണം എന്തെന്നറിയാമോ? അടുത്ത ആഴ്ച വരുമ്പോൾ ഓരോന്നിനെയും കൊണ്ടേ വരാവൂ. സ്തോത്രം. മീനിന് പോയി വില പറഞ്ഞിട്ട് അവിടെ വഴക്കുണ്ടാക്കരുത്. പാളയം മാർക്കറ്റിൽ ഞാൻ നിൽക്കുകയാണ്, ഒരു വലിയ ബഹളം എന്തെന്ന് കേൾക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും അന്യഭാഷയിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന സഹോദരി കടക്കരമായിട്ട് വഴക്കുണ്ടാക്കുകയാണ്. ഞാൻ എന്നാ സിസ്റ്ററെ, അല്ല മീൻ എത്ര രൂപ? 500 രൂപ. ഞാൻ തരാം, പോയിക്കോ. ഇവിടെ ദൈവനാമം ദുഷിക്കപ്പെടരുത്, പോ. അവിടെയുള്ള സകല കടക്കാരികൾക്ക് എന്നെ അറിയാം, ഞാൻ പാസ്റ്ററാണെന്ന്. കാരണം നീ ആരാണെന്ന് ആദ്യം വെളിപ്പെടുത്തണം. നീ പാസ്റ്ററാണെന്ന് വെളിപ്പെടുത്തണം. നീ ദൈവവൈദ്യനാണെന്ന് ജനം അറിയണം. മറ്റുള്ളവർക്ക് നുകരാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റായി നീ മാറണം. സൊസൈറ്റിക്ക് നിന്നെ ചലിപ്പിക്കാൻ പറ്റണം. അവർ നിന്നെ കണ്ട് ക്രിസ്തുവിലേക്ക് തിരിയണം. നിന്റെ അഭിഷേകം കണ്ട് അവർ നിന്റെ ആ സഭയിലേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഇങ്ങനെ കുഴുന്നൊന്നും ഇരുന്ന് കളയരുത്. ഇവിടെ ഈ 20 ദിവസമായപ്പോൾ ഇങ്ങനെ ഇരുന്ന് കളയരുത്. ഇങ്ങനെ ഇരുന്ന ഇത് ഇങ്ങനെ ഇരിക്കരുത്. ചാടി എണീറ്റ് അടി അങ്ങ് കീറി പറ്റിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് എരിവുള്ളവരായിരിക്കണം. ദൈവത്തിന് വേണ്ടി എരിയുന്നവരായിരിക്കണം. പൗലോസ് പറഞ്ഞത്, ഞാൻ ചെലവാകുവാനും ചെലവിടുവാനുമാണ് ദൈവരാജ്യത്തിലേക്ക് ഇറങ്ങിയത്. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് അവനെ ചുറ്റിമിന്നിയ ഒരു വെളിച്ചമുണ്ടല്ലോ. അവൻ നിജപുത്രനായ പൗലോസിന്റെ അടുക്കൽ നിന്ന് ഞാൻ നല്ല വാൾ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി എനിക്കായി കരുതി വെച്ചിരിക്കുന്ന ആ നിധിയുടെ കിരീടം പ്രാപിക്കുവാൻ ഞാൻ യോഗ്യനാണ് എന്ന് പറയാൻ കാരണം അവന്റെ അകത്ത് കത്തിയ കത്തൽ അവൻ ഒരിക്കലും അണച്ചില്ല. ഇവിടെ കത്തിയതൊന്നും നിങ്ങൾ കൊണ്ട് വെളിക്കൊണ്ടെന്ന് ഷൂ കൊണ്ട് വിട്ടത് ഈ കൊരാപ്പ് പോലെ. ഇവിടെ കത്തിയത് അടുത്ത 21 വരെ ഇരിക്കണം. അടുത്ത തലങ്ങൾ വെളിപ്പെടണം. നിന്റെ അന്യഭാഷയ്ക്ക് മാറ്റം വരണം. നിന്റെ പ്രാർത്ഥനയ്ക്ക് മാറ്റം വരണം. യേശുവിന്റെ ക്രൂശ് എടുത്ത് യേശുവിനെ അനുഗമിക്കുന്ന നിലവാരത്തിൽ ഒരു യഥാർത്ഥ ക്രൂശീകരണം നിന്റെ അകത്ത് സംഭവിക്കണം. എല്ലാവരും അല്പനേരം കരമടിക്കുന്നുവെങ്കിൽ ശക്തിയോടെ പോരാ 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 ശക്തിയോടെ കരമടിച്ചാട്ടെ. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് രാത്രി ഈ ദേശം അറിയണം. അന്ധകാര മണ്ഡലങ്ങൾ അറിയണം. നിന്നെ ഉയർത്തത്തില്ല എന്ന് പറഞ്ഞു വാദിക്കുന്ന ചില മേഖലകൾ ഇന്ന് രാത്രി നീ അതിരം തുറക്കുമ്പോൾ അന്യഭാഷയുടെ വരം ലഭിച്ചവർ അന്യഭാഷയിൽ തന്നെ ആത്മാവിൽ പോരാടി ജാഗ്രതയോടെ മൗനമായിരിക്കരുത്. ഒരു ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നു. മുന്നറ്റം മുതൽ അടക്കേറ്റം വരെ ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുന്നു. ഈ ഉപവാസം നിന്റെ വീട്ടിനകത്ത് വലിയ വെളിച്ചം പറയാൻ പോവുകയാണ്. നിന്റെ തലമുറ നിന്റെ കൂടെ ആരാധിക്കാൻ പോകുകയാണ്. നിന്റെ ഭർത്താവ് നിന്റെ കൂടെ ആരാധിക്കാൻ പോകുകയാണ്. ഈ ഉപവാസം കഴിയുമ്പോൾ ചില മണ്ഡലങ്ങൾ നിനക്ക് ഉണർവിന്റെ ഒരു വലിയ കാറ്റ് വീശും. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. രക്തത്താൽ എന്നെ നോക്കരുതാരും ആത്മാവിൽ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. റൂസാദാരബ സന്ദരാദര വൈഡരാദര ധൂരമാലര. ഓ ലോർഡ് ജീസസ്. അസാധാരണമായ ദൈവശക്തി ഇതിനകത്ത് പകരട്ടെ. പരിശുദ്ധാത്മാവേ ഇതിനകത്ത് ജാഗരിക്കട്ടെ. ആത്മാവിൽ പോരാടി ആരും പ്രേരിപ്പിച്ചിട്ടല്ല നീ പ്രാർത്ഥിക്കേണ്ടത്. ആരും പറഞ്ഞിട്ടല്ല. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി, നീ പ്രാപിച്ചെടുത്ത ദൈവശക്തി, നീ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാപിച്ച ദൈവശക്തി നിന്നെ മറ്റൊരു ലെവലിലേക്ക്